ഹലോ എവരിവൺ, നമ്മൾ ഫൈനൽ ലാബ് സീരീസിലെ ഏറ്റവും അവസാനത്തെ കെമിസ്ട്രി ചാപ്റ്റർ ബയോമോളിക്യൂൾസ്. നിങ്ങൾക്ക് അറിയുന്ന പോലെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്ററാണ് ബയോമോളിക്യൂൾസ്. ഓർഗാനിക് കോമ്പൗണ്ട്സ് അല്ലേ, നമ്മൾ ബയോമോളിക്യൂൾസ് പറഞ്ഞാൽ ശരിക്കും ഓർഗാനിക് കോമ്പൗണ്ട്സ് തന്നെയാണ് അല്ലെ. ബയോളജിക്കലി ഇമ്പോർട്ടൻറ്റ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ആർ കോൾഡ് ബയോമോളിക്യൂൾസ്. ബയോളജിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓർഗാനിക് കോമ്പൗണ്ട്സ് ആണ്. അതിന് ക്ലാസ് പറയുമ്പോൾ നമ്മൾ കാർബോഹൈഡ്രേറ്റ്സ്, അതേപോലെ അമിനോ ആസിഡ്സ് ആൻഡ് പ്രോട്ടീൻസ്, ന്യൂക്ലിക് ആസിഡ്, വൈറ്റമിൻസ്, എൻസൈംസ്, ഇതൊക്കെ നമുക്ക് ബയോമോളിക്യൂൾസിൻ്റെ ഭാഗമായി എണ്ണാവുന്നതാണ്. നമുക്ക് ഓരോന്നായിട്ട് പറയാം. ഫസ്റ്റ് കാർബോഹൈഡ്രേറ്റ്സ്. കാർബോഹൈഡ്രേറ്റ്സ് എന്ന് പറഞ്ഞാൽ പഴയ കാലത്ത് കാർബോഹൈഡ്രേറ്റ്സ് വിചാരിച്ചിരുന്ന കാര്യം എന്താ പറയുക, ഹൈഡ്രേറ്റ്സ് ഓഫ് കാർബൺ എന്നായിരുന്നു. ഓക്കെ, അതായത് CX2OY, എക്സും വൈയും സെയിം ആവാം, ആവാതിരിക്കാം. ഇങ്ങനെ എഴുതാൻ കഴിയുന്ന കോമ്പൗണ്ട്സിനെ വിളിക്കുന്ന പേരായിരുന്നു പഴയ കാലത്ത് കാർബോഹൈഡ്രേറ്റ്സ്. പിന്നെ മനസ്സിലായി നമുക്ക് ഒരുപാട് എക്സെപ്ഷൻസ് ഉണ്ട് എന്ന് മനസ്സിലായി. അതോടുകൂടി നമ്മൾ അതിൻ്റെ ഡെഫിനേഷൻ ചേഞ്ച് ചെയ്തു. ശരിക്കും പറഞ്ഞാൽ നമ്മൾ 3 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം എന്നാണ് പറയുക. കാർബോഹൈഡ്രേറ്റ്സ് 3 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ഒന്ന്, കാർബോഹൈഡ്രേറ്റ്സ് എല്ലാം ഒപ്റ്റിക്കലി ആക്റ്റീവ് ആയിരിക്കും എന്നാണ്. ഒപ്റ്റിക്കലി ആക്റ്റീവ് ആയിരിക്കും. പോളിഹൈഡ്രോക്സി ആയിരിക്കും. പോളിഹൈഡ്രോക്സി എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ OH ഗ്രൂപ്പ് ഉണ്ടാവുക. ഓക്കെ, പിന്നെയോ, പിന്നെ ആൽഡിഹൈഡോ അല്ലെങ്കിൽ കീറ്റോണോ ഫങ്ഷൻ ഗ്രൂപ്പ് വേണം. അതായത് കാർബണൈൽ കോമ്പൗണ്ട് വേണം. ഇങ്ങനെയുള്ള കോമ്പൗണ്ട്സിനെ വിളിക്കുന്ന പേരാണ് ആക്ച്വലി ബയോമോളിക്യൂൾസ്. ഓർ എ കോമ്പൗണ്ട്, ഫോർ എക്സാമ്പിൾ എക്സ്, ഓൺ ഹൈഡ്രോളിസിസ് ഇറ്റ് പ്രൊഡ്യൂസ് സച്ച് യൂണിറ്റ്സ്. ഓക്കെ, നമ്മൾ ഒരു എക്സ് എന്ന് പറഞ്ഞ കോമ്പൗണ്ട് ഉണ്ട്, നിങ്ങൾ ഹൈഡ്രോളിസ് നടത്തുന്നു. ഹൈഡ്രോളിസ് നടത്തുമ്പോൾ നമുക്ക് ഈ പറയുന്ന എല്ലാ കണ്ടീഷനോടും കൂടിയിട്ടുള്ള മോണോമേഴ്സ് അല്ലെങ്കിൽ ചെറിയ മോളിക്യൂൾസിനെ കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ എക്സിനെ നമുക്ക് എന്ത് പറയാൻ പറ്റും, നമുക്ക് പിന്നെ കാർബോഹൈഡ്രേറ്റ് എന്ന് വിളിക്കാൻ പറ്റും. ഓക്കെ, നമ്മുടെ മനസ്സിൽ ഒരുപാട് കാർബോഹൈഡ്രേറ്റ്സ് വരുന്നുണ്ടാകും. നമ്മൾ ക്ലാസിഫൈ ചെയ്യുമ്പോൾ ക്ലാസിഫിക്കേഷനിൽ നമ്മൾ പറയുന്ന ഒന്നാമത്തെ പോയിന്റ് എന്താ വെച്ചാൽ, നമുക്ക് കാർബോഹൈഡ്രേറ്റ്സ് നമുക്ക് റെഡ്യൂസിങ് ഷുഗർ ആയിട്ടും നോൺ റെഡ്യൂസിങ് ഷുഗർ ആയിട്ടും നമുക്ക് പറയാൻ പറ്റും അല്ലേ. ടോളറൻസ് റിയേജൻറ്റ്, അതുപോലെ ബെനഡിക് സൊല്യൂഷൻ, ഫെല്ലിംഗ് സൊല്യൂഷനൊക്കെ റെഡ്യൂസ് ചെയ്യുന്ന ഷുഗേഴ്സിന് അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ്സ് വിളിക്കുന്ന റെഡ്യൂസിങ് ഷുഗർ അല്ലെ. മോണോ കാർബോഹൈഡ്രേറ്റ്സ് ഒക്കെ, മോണോ കാർബോഹൈഡ്രേറ്റുകൾ എല്ലാം എന്താണ്, നോർമലി റെഡ്യൂസിങ് ഷുഗർ ആണ് അല്ലേ. മോണോസാക്കറൈഡ്സ്. ഡൈസാക്കറൈഡ്സ് എല്ലാം എഗെയിൻ റെഡ്യൂസിങ് ഷുഗർ ആണ്, എക്സെപ്റ്റ് സുക്രോസ്. സുക്രോസ് ഒരു നോൺ റെഡ്യൂസിങ് ഷുഗർ ആയിട്ടാണ് പറയാം. ഓക്കെ, പിന്നെ പോളിസാക്കറൈഡ്സ് എല്ലാം എന്താണ്, നോൺ റെഡ്യൂസിങ് ആണ്. അപ്പോൾ ഈ മോണോസാക്കറൈഡ്, ഡൈസാക്കറൈഡ്, പോളിസാക്കറൈഡ് നമ്മളിങ്ങനെ പറയാം: മോണോ സാക്കറൈഡ്, ഒലിഗോ സാക്കറൈഡ് ആൻഡ് പോളിസാക്കറൈഡ്. മോണോസാക്കറൈഡ് എന്ന് പറഞ്ഞാൽ ഏറ്റവും മോണോമേഴ്സ്, ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റുകൾ. പിന്നെ നമുക്ക് ഫർദർ ഡിവിഷൻ പോസിബിൾ അല്ല. ഓക്കെ, 2 to 10 മോണോസാക്കറൈഡ്സ് ഓൺ ഹൈഡ്രോളിസിസ് നൽകാൻ കഴിയുന്ന കാർബോഹൈഡ്രേറ്റിനെ വിളിക്കുന്ന പേര് ഒലിഗോസാക്കറൈഡ് എന്നാണ്. അതിൽ തന്നെ 2 ആണെങ്കിൽ നമ്മൾ ഡൈസാക്കറൈഡ് എന്ന് പറയും. ഡൈസാക്കറൈഡ്. ഓക്കെ, മോണോസാക്കറിൻ്റെ എക്സാമ്പിൾസ് നമ്മൾ ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, അതുപോലെ മാനോസ്, അതുപോലെ ഗാലക്ടോസ്, റൈബോസ്, ഇതൊക്കെ മോണോസാക്കറൈഡ്സ് ആണ്. ഓക്കെ, ഡൈസാക്കറിൻ്റെ എക്സാമ്പിൾസ് ആയിട്ട് പറയുന്നത് ഒന്ന് നമ്മൾ പറയാനുള്ളത് സുക്രോസ് ആണ്. അതുപോലെ വേറൊന്ന് നമുക്ക് പഠിക്കാനുള്ളത് മാൾട്ടോസ് ആണ്. മാൾട്ടോസ് ആൻഡ് ലാക്ടോസ്, മിൽക്ക് ഷുഗർ, ലാക്ടോസ്. പോളിസാക്കറൈഡ് നമ്മൾ ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുന്നത് ഒന്ന് സ്റ്റാർച്ച് ആണ്. അതിൽ അമൈലോസും അമൈലോപെക്റ്റിനും ഉണ്ടായിരിക്കും. അമൈലോസും അമൈലോപെക്റ്റിനും അടങ്ങിയിട്ടുള്ള സ്റ്റാർച്ച്, സെല്ലുലോസ് ആൻഡ് ഗ്ലൈക്കോജൻ. ഓക്കെ, ഇതിൽ ഈ സുക്രോസും അതേപോലെ പോളിസാക്കറൈഡ്സും അടങ്ങുന്ന എല്ലാം എന്താണ്, നമ്മൾ നോൺ റെഡ്യൂസിങ് ഷുഗർ ആയിട്ടാണ് പറയാം. ഓക്കെ, നോർമലി മോണോസാക്കറൈഡ്സ് എല്ലാം, അതുപോലെ ഈ സുക്രോസ് അല്ലാത്ത നമ്മൾ കാണിച്ചിട്ടുള്ള മാൾട്ടോസും ലാക്ടോസും ഒക്കെ റെഡ്യൂസിങ് ഷുഗർ ആയിട്ട്. ഓക്കെ, റൈറ്റ്. ഇതാണ് ഇപ്പോൾ ഇതിൻ്റെ ഒരു ബേസിക് ഐഡിയ. ഇത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾ NCERT ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കണം. നമുക്ക് ക്വസ്റ്റ്യൻസ് ഒന്ന് എന്ത് ചെയ്യാം, പെട്ടെന്ന് ഇതിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ കീറ്റോ ഹെക്സോസ് എന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. കീറ്റോ ഹെക്സോസ് എന്ന് ഉദ്ദേശിക്കുന്നത്, ഹെക്സോസ് എന്ന് പറഞ്ഞാൽ 6 കാർബൺ ഉള്ളതിനാണ് നമ്മൾ ഹെക്സോസ് എന്ന് പറയുക. ഹെക്സോസ് നമ്മൾ സാധാരണയായിട്ട് 3 to
7 ആണ് മോണോസാക്കറൈഡ്സിന്റെ കാർബണിന്റെ എണ്ണം. ഏറ്റവും ചുരുങ്ങിയത് 3ഉം ഏറ്റവും കൂടിയത് 7ഉം. ഈ 3 കാർബൺ ഉണ്ടെങ്കിൽ നമ്മൾ ഇതിനെ പറയുന്നത് ട്രയോസ് എന്നായിരിക്കും. ട്രയോസ്. ഓക്കെ, ഇതിൽ 4 ആണെങ്കിൽ 4 കാർബൺ നമ്മൾ എന്ത് ചെയ്യും? ടെട്രോസ് എന്ന് പറയും. പെൻഡോസ് ആണ് 5 ഉണ്ടാകുമ്പോൾ ഹെക്സോസ് എന്നാണ് പറയാ. 6 7 ആകുമ്പോൾ നമ്മൾ 7 പറയുന്ന പേര് ഹെപ്റ്റോസ് എന്നായിരിക്കും. ഓക്കെ, ഇതില് ഗ്ലൂക്കോസ് C6H12O6 ആണ് ഗ്ലൂക്കോസ്. ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ്, മാനോസ്, ഇവരെല്ലാവരും ഹെക്സോസിനാണ് പറയുക. ഹെക്സോസ്. കാരണം എല്ലാറ്റിനും ഫോർമുല C6H12O6 ആണ്. എല്ലാറ്റിനും ഫോർമുല എന്താണ്? C6H12O6 ആണ്. ഹെക്സോസ് ആണ്. ഇതിൽ ഗ്ലൂക്കോസും ഗാലക്ടോസും മാനോസിലും ആൽഡിഹൈഡ് ഉണ്ട്. സോ നമ്മൾ അതിനെ പറയുന്ന പേര് ആൽഡോ ഹെക്സോസ് എന്നായിരിക്കും. ആൽഡോ ഹെക്സോസ്. ഫ്രക്ടോസ് മാത്രം, ഫ്രക്ടോസിന് കീറ്റോൺ ഫംഗ്ഷൻ ഗ്രൂപ്പ് ഉള്ളത്, അതിന് പറയുന്ന പേര് കീറ്റോ ഹെക്സോസ് എന്ന് പറയാം. കീറ്റോ. അപ്പോൾ ഇതിൽ ആൻസറിൽ കൊടുത്തിരിക്കുന്നത് ഫ്രക്ടോസ് ആണ്. ഓപ്ഷൻ 2 ആണ് നമ്മൾ ആൻസർ. ഓക്കെ, കീറ്റോ ഹെക്സോസ്. കീറ്റോൺ ഫംഗ്ഷൻ ഗ്രൂപ്പ് ഉണ്ടാവുക 6 കാർബൺസ് ഉണ്ടായിരിക്കുക. ഓക്കെ, വിച്ച് വൺ ഗിവൺ ബിലോ ഈസ് എ നോൺ റെഡ്യൂസിങ് ഷുഗർ? നേരത്തെ പറഞ്ഞു നമ്മൾ അല്ലെ, മാൾട്ടോസ് റെഡ്യൂസിങ് ഷുഗർ ആണ്, ഗ്ലൂക്കോസും റെഡ്യൂസിങ് ഷുഗർ ആണ്, ലാക്ടോസ് റെഡ്യൂസിങ് ഷുഗർ ആണ്. ഇതിൽ സുക്രോസ് ആണ് നോൺ റെഡ്യൂസിങ്. നമ്മൾ ആൻസർ ഏതാണ്? സുക്രോസ് എന്നാണ് ആൻസർ. സുക്രോസ് നോൺ റെഡ്യൂസിങ് ഷുഗർ ആണ്. ഓക്കെ, അതിൻ്റെ കാരണം അതിനകത്തൊരു ഹെമി അസിറ്റാൽ OH ഇല്ല എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഹെമി കീറ്റാൾ OH ഇല്ല എന്നുള്ളതാണ്. അപ്പം എന്ത് ചെയ്യാൻ പറ്റില്ല? അതിന് ഈ പറയുന്ന റിഡക്ഷൻ നടത്താൻ കഴിയൂല എന്നുള്ളതാണ് പറയാം. ഓക്കെ, ക്ലിയർ? തൽക്കാലം നമ്മളതിൻ്റെ റീസൺ ഒന്നും തൽക്കാലം മനസ്സിലാക്കണമെന്നില്ല. റീസൺ ചോദിക്കാനുള്ള സാധ്യത കുറവാണ്. അതിൻ്റെ സ്ട്രക്ചർ വെച്ച് നമുക്കിത് പറയാൻ പറ്റും. ഓക്കെ, അതിന് തിരിച്ച് എന്ത് ചെയ്യാൻ പറ്റില്ല? അതിന് തിരിച്ച് ഒരു CO ഗ്രൂപ്പിലേക്ക് പോകാൻ കഴിയില്ല. ഒരു ഹെമി അസിറ്റാൾ അല്ലെങ്കിൽ ഹെമി കീറ്റാൾ ഫോമിലുള്ള OH ഗ്രൂപ്പ് ഉള്ളതിനാണ് നമ്മൾ നോർമലി എന്ത് പറയാം? റിഡക്ഷൻ നടക്കുന്നു എന്ന് പറയാം. ഓക്കെ, നമ്മളെ സുക്രോസിനകത്ത് ഈ ഗ്ലൂക്കോസും അതുപോലെ ഫ്രക്ടോസും കൂടെയാണ് എന്ത് ചെയ്യുന്നത്? ജോയിൻ ചെയ്യുന്നത്. അതിൻ്റെ ഹെമി അസറ്റാൾ OHഉം ഹെമി കീറ്റാൾ OHഉം തമ്മിലാണ് സത്യത്തിൽ എന്ത് ചെയ്യുന്നത്? അവിടുത്തെ ഗ്ലൈക്കോസിഡിക് ബോണ്ടിങ്ങിൽ വരുന്നത്. അതുകൊണ്ട് അവിടെ പിന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല? അവിടെ റിഡക്ഷൻ നടക്കൂല എന്ന് പറയാം. അതുകൊണ്ട് സുക്രോസ് ഈസ് എ നോൺ റെഡ്യൂസിങ് ഷുഗർ. പിന്നെ ചോദിക്കുന്നത് ഇതാണ്, D പ്ലസ് ഗ്ലൂക്കോസ് റിയാക്ട് വിത്ത് ഹൈഡ്രോക്സിൽ അമീൻ ആൻഡ് yields an oxime. The structure of oxime would be എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഗ്ലൂക്കോസിൻ്റെ സ്ട്രക്ചർ നിർബന്ധമായി നമുക്കറിയണം. അതിൻ്റെ ഓപ്പൺ ചെയിൻ സ്ട്രക്ചർ ആകുമ്പോൾ നമുക്കറിയാം, ഇവിടെ ഫസ്റ്റ് CHO, പിന്നെ ഇവിടെ H, ഇവിടെ OH, ഇവിടെ OH, ഇവിടെ H, ഇവിടെ H, ഇവിടെ OH, എഗെയിൻ H, ഇവിടെ OH, പിന്നെ CH2OH. ഗ്ലൂക്കോസിൻ്റെ ഫോർമുല ഇതാണ്. C6H12O6 എന്നാണ് ഗ്ലൂക്കോസിൻ്റെ മോളിക്കുലർ ഫോർമുല. ഓക്കെ, ഇത് C1, ഇത് ഫസ്റ്റ് കാർബൺ, ഇത് C2, C3, C4, C5, C6. ഗ്ലൂക്കോസിൽ CHO ഗ്രൂപ്പാണുള്ളത് അല്ലെ. ആൽഡിഹൈഡ് ഫംഗ്ഷൻ ഗ്രൂപ്പ് ഉണ്ട് CHO. ശരിക്കും അത് C ഡബിൾ ബോണ്ട് എഴുതുമ്പോഴാണെങ്കിൽ C ഡബിൾ ബോണ്ട് OH എന്നാണ് ശരിക്കും CHO. ഓക്കെ, ആൽഡിഹൈഡ് ഫംഗ്ഷൻ ഗ്രൂപ്പ്. ഇനി ചോദിക്കണത് എന്താ അറിയോ? ഇത് ഡി ഗ്ലൂക്കോസ് ആവാന്നുള്ള കണ്ടീഷൻ വെച്ചാൽ ഇങ്ങനെ ഇവിടെ H അല്ലേ, ഈ പെനൾട്ടിമേറ്റ് കാർബൺ, അവസാനത്തെ കാർബണിൻ്റെ മുമ്പുള്ള കാർബൺ C5, അവസാനത്തെ C6 അല്ലേ. ഈ കാർബണിൽ H ഇങ്ങോട്ടും OH ഇങ്ങോട്ടും ആയാൽ പിന്നെ താഴെ CH2OH ഉണ്ടെങ്കിൽ നമ്മളിതിനെ D എന്ന ഫോമിലാണ് പറയുക. D നൊട്ടേഷൻ D എന്ന് പറയാം. അത് ഡെക്സ്ട്രോ എന്നുള്ള DL, നമ്മൾ സ്മോൾ d ഉണ്ടല്ലോ, അതല്ല അത് കേട്ടോ. അത് നമ്മൾ സാധാരണ നമ്മൾ റിലേറ്റീവ് നൊട്ടേഷൻ ആണ് പറയുക. അതായത് നമ്മൾ CHO, ഇവിടെ H, ഇവിടെ OH, ഇവിടെ CH2OH. ഇതിന് പറയുന്ന പേര് ഡി ഗ്ലിസറാൾഡിഹൈഡ് എന്നാണ്. ഈ ഗ്ലിസറാൾഡിഹൈഡ് അത് D ഉണ്ട് L ഉണ്ട്. ഇപ്പുറത്ത്
OH ഇവിടെ H വരുന്ന ഗ്ലിസറാൾഡിഹൈഡ് L ഗ്ലിസറാൾഡിഹൈഡ് ആണ്, ക്യാപിറ്റൽ L Dയും. അപ്പോൾ നമ്മുടെ കേസിൽ ഇതാണ് കേസ്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുക, ഈ H OH ഉണ്ടല്ലോ, ഈ H OH ഇതേപോലെ ഇവിടെ വന്നിട്ടുണ്ട്, H OH ഇതേ സെയിം സൈഡിൽ. അതുകൊണ്ട് നമ്മൾ എന്ത് വിളിക്കുക അതിനെ, നമ്മളതിനെ അപ്പോൾ നമ്മൾ വിളിക്കുന്ന പേരാണ് ആക്ച്വലി D എന്ന് പറയാം. അതായത് ഈ ഒരു ഭാഗം ഇതേപോലെ ഇവിടെ വരുന്നതുകൊണ്ട് നമുക്ക് D എന്ന് പറയാം. സോ ഇത് D ഗ്ലൂക്കോസ് ആണ്. നാച്ചുറലി ഒക്കറിങ് ആയിട്ട് നേച്ചറിലുള്ള എല്ലാ കാർബോഹൈഡ്രേറ്റ്സും നോർമലി എന്തായിരിക്കും D ആണെന്ന് പറയും. ഓക്കെ, അമിനോ ആസിഡിന്റെ കേസിൽ നമ്മൾ പറയും അമിനോ ആസിഡിന്റെ എല്ലാം നാച്ചുറലി ഒക്കറിങ് ഒക്കെ എന്തായിരിക്കും, L അമിനോ ആസിഡ് ആയിരിക്കും. അവിടെ നമ്മൾ അമിനോ ആസിഡിൽ ഇതുപോലെ നമുക്ക് റിലേറ്റ് നൊട്ടേഷൻ പറയാൻ പറ്റുമ്പോൾ ഗ്ലിസറാൾഡിഹൈഡ് എല്ലാം അവിടെ നമ്മൾ സെറൈൻ പോലെയുള്ള അമിനോ ആസിഡാണ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ റിലേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുക. എനിവേ നമുക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ നോക്കാം. D ഗ്ലൂക്കോസ്, അപ്പോൾ D ഗ്ലൂക്കോസ് ആണ് നമുക്ക് വേണ്ടത് സംഭവം. ഈ D ഗ്ലൂക്കോസ് എന്ത് ചെയ്യുന്നു, D ഗ്ലൂക്കോസ് എടുത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ചെയ്യുമ്പോൾ പിന്നെ ഹൈഡ്രോക്സിൽ അമീനുമായി റിയാക്ട് ചെയ്യണം. ഹൈഡ്രോക്സിൽ അമീൻ എന്താണ്, ഹൈഡ്രോക്സിൽ അമീൻ എന്ന് അറിയോ? ഹൈഡ്രോക്സിൽ അമീൻ എന്ന് പറഞ്ഞാൽ ആക്ച്വലി NH2 അല്ലേ, ഇത് ആരുമായി റിയാക്ട് ചെയ്യുന്നു, NH2OH, ഇതാണ് ഹൈഡ്രോക്സിൽ അമീൻ. ഹൈഡ്രോക്സിൽ അമീനുമായി റിയാക്ട് ചെയ്യുമ്പോൾ സാധാരണ നമുക്ക് അറിയുന്നതാണ് ആൽഡിഹൈഡ് ഒരു അമോണിയ ഡെറിവേറ്റീവുമായി റിയാക്ട് ചെയ്യുമ്പോൾ ഇവിടുന്ന് ഓയും ഇവിടുന്ന് H2 പോകും, എന്നിട്ട് ഓക്സൈഡ് ഉണ്ടാകും. അപ്പോൾ അങ്ങനത്തെ എന്ത് സംഭവിക്കാന്ന് അറിയോ, ഇവിടുന്ന് ഈ O പോകും, അവിടുന്ന് H2 പോകും, എന്നിട്ട് എന്താവുന്നറിയോ, ഇവിടെ ബാക്കിയുള്ള N പിന്നെ എന്തുണ്ട്, ഇവിടെ OH ഉണ്ടാവും. ഇതിനെ പറയുന്ന പേര് ഗ്ലൂക്കോസ് ഓക്സൈഡ് എന്നാണ് പറയാം, ഗ്ലൂക്കോസ് ഓക്സൈഡ്. ഗ്ലൂക്കോസ് അതിനൊരു ആൽഡിഹൈഡ് ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ട് എന്ന് തെളിയിക്കുന്നതുമായി ബന്ധപ്പെട്ട്, ആൽഡിഹൈഡ് ഫങ്ഷൻ ഗ്രൂപ്പ് ഉണ്ട് എന്ന് തെളിയിക്കുന്നതല്ല, ഒരു CO ഗ്രൂപ്പ് ഉണ്ട്. സി എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഒരു കാർബണൈൽ ഫങ്ഷൻ ഗ്രൂപ്പ്. അത് എന്താകാം, അത് ആൽഡിഹൈഡ് ആകാം അല്ലെങ്കിൽ കീറ്റോൺ ആകാം എന്ന് തെളിയിക്കാൻ വേണ്ടി നമ്മൾ 2 ടെസ്റ്റുകൾ ചെയ്യുന്നുണ്ട്. ഗ്ലൂക്കോസിനെ കുറിച്ച് തുടക്കത്തിൽ പറയുന്നത് ഗ്ലൂക്കോസിന് അതിൻ്റെ സ്ട്രക്ചറൽ എലൂസിഡേഷൻ, സ്ട്രക്ചർ ഫൈൻഡിങ് എങ്ങനെ നടത്തുന്നു, എങ്ങനെ സ്ട്രക്ചർ എങ്ങനെ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാം എന്നതുമായി ബന്ധപ്പെട്ട് കുറേ 6 സ്റ്റെപ്പിനെ കുറിച്ച് പറയുന്നുണ്ട്. അത് നിങ്ങൾ ജസ്റ്റ് നോക്കി പോകണം. ഗ്ലൂക്കോസിൽ 6 കാർബൺസ് ഉണ്ട്, എല്ലാം സ്ട്രൈറ്റ് ചെയിൻ ആണ്. അതിനകത്തൊരു അതിൻ്റെ ഫങ്ഷൻ ഗ്രൂപ്പ് എന്താണ്, ഫങ്ഷൻ ഗ്രൂപ്പ് പിന്നെ കാർബണൈലാണ് എന്ന് പറയുന്നത് ബന്ധപ്പെട്ട് ഒരു റിയാക്ഷൻ HCN-മായി റിയാക്ട് ചെയ്യുന്നതാണ്. വേറെ ഒന്നുള്ളത് NH2OH-മായി, ഗ്ലൂക്കോസിന് കേട്ടോ, ഗ്ലൂക്കോസിനെ റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, അത് അവിടെ ഒരു ഫങ്ഷൻ ഗ്രൂപ്പ് CO ഗ്രൂപ്പ് കാണിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. ആ ഭാഗത്ത് ഇത് കാണാൻ പറ്റും. അപ്പോൾ നമ്മളെ ക്വസ്റ്റ്യനിൽ ഉള്ള പ്രശ്നം എന്താ വെച്ചാൽ ഗ്ലൂക്കോസിൻ്റെ യഥാർത്ഥ സ്ട്രക്ചർ അറിയണം എന്നുള്ളതാണ്. നിങ്ങൾ നോക്കുക, ഇവിടെ CHNH അല്ലേ, NOH, ഓക്കെ, നമ്മൾ ഈ ഭാഗത്ത് വന്നു. ബാക്കി ഇങ്ങോട്ട് നോക്കിയാൽ ഇതേപോലെ വരുന്നത് ഇവിടെ മാത്രമേ ഉള്ളൂ, ശരിയല്ലേ? ബാക്കിയുള്ളൊക്കെ എന്തുണ്ട്, വ്യത്യാസങ്ങളുണ്ട്. ഇവിടെയൊക്കെ വ്യത്യാസം കാണാൻ പറ്റും, ഇതൊക്കെ വ്യത്യാസമുണ്ട്. സോ ആൻസർ ഏതെന്ന് വെച്ചാൽ ആൻസർ ഓപ്ഷൻ D ആണ്. അപ്പോൾ നമ്മൾ ചോദിക്കുന്നത് അതിൻ്റെ ഒരു സ്റ്റീരിയോ കെമിസ്ട്രി അടക്കമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നത്. ഓക്കെ, ഇത് നമുക്ക് അറിയണമെന്ന് മാത്രം. ഓക്കെ, ഓക്സൈം ആണ് എന്ന് ഇവിടെ നിന്ന് കിട്ടും കേട്ടോ, എല്ലായിടത്തും ഓക്സൈം ആണെന്ന് കിട്ടുന്നുണ്ട്, അതിൽ കൺഫ്യൂഷൻ ഉണ്ടാവില്ല. നമുക്ക് മറ്റേ പാർട്ടിൽ ഗ്ലൂക്കോസിന്റെ സ്ട്രക്ചർ നിങ്ങൾക്ക് അറിയോ എന്നുള്ളത് ചെക്ക് ചെയ്താൽ മതി. ഓക്കെ, ദ നമ്പർ ഓഫ് അസിമെട്രിക് കാർബൺ ആറ്റം ഇൻ ദ ഗ്ലൂക്കോസ് മോളിക്യൂൾ. ഗ്ലൂക്കോസിനകത്ത് എത്ര അസിമെട്രിക് മോളിക്യൂൾ ഉണ്ട് എന്നാണ് ക്വസ്റ്റ്യൻ. നമുക്ക് എത്ര കൈറൽ, എത്ര അല്ലെ, നമ്പർ ഓഫ് അസിമെട്രിക് കാർബൺ അല്ലെ, മോളിക്യൂൾ അല്ല, അസിമെട്രിക് കാർബൺ അല്ലെ, എത്ര കൈറൽ കാർബൺ ഉണ്ട് എന്നാണ് ക്വസ്റ്റ്യൻ. ഹൗ മെനി കൈറൽ കാർബൺസ് പ്രസന്റ് ഇൻ ഗ്ലൂക്കോസ്. അപ്പോൾ ഗ്ലൂക്കോസ് നമ്മൾ നേരത്തെ വരച്ചു, CHO അല്ലേ, പിന്നെ OH, HOH, again HOH, ഇവിടെ CH2OH. ഓക്കെ, ഇതിൽ ഇതാണ് C1, ഇത് C2, C3, C4, C5 ആൻഡ് C6. ഇതിൽ ഏതെല്ലാം കാർബൺസ് കൈറലാണെന്നാണ്? C2, C3, C4 ആൻഡ് C5 കാർബൺസ് ആർ കൈറൽ. N is equal to 4. നമ്പർ ഓഫ് കൈറൽ കാർബൺസിന് എണ്ണം എത്ര ആയിരിക്കും? 4 എന്നായിരിക്കും. ആൻസർ 4 എന്നാണ്. ഓപ്പൺ ചെയിൻ ഗ്ലൂക്കോസിൽ, ഇവിടെ നമ്മൾ ഗ്ലൂക്കോസ് എന്ന് പറയുമ്പോഴേ നമുക്കിവിടെ ഗ്ലൂക്കോസ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇതിൽ ഗ്ലൂക്കോസ് ഓപ്പൺ ചെയിനും ഉണ്ട്, അതുപോലെ സൈക്ലിക് ഉണ്ട്. സൈക്ലിക് എന്ന് പറഞ്ഞാൽ ആൽഫ ബീറ്റ എന്ന് പറയണം, അപ്പോൾ സൈക്ലിക് ആവാം. ആൽഫ ബീറ്റ എന്ന് കേട്ടാൽ നിങ്ങൾക്ക് സൈക്ലിക് എന്ന് ഉറപ്പിക്കാം.
ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ ഗ്ലൂക്കോസിനെ കുറിച്ച് ചോദിക്കുന്നത് ഇതിൽ എത്ര കൈറൽ കാർബൺസ് ഉണ്ട് എന്നാണ്. പക്ഷേ ഇവിടെ എന്ത് ചെയ്തിട്ടില്ല, ഇവിടെ ആൽഫ ഗ്ലൂക്കോസ് എന്നോ ബീറ്റ ഗ്ലൂക്കോസ് എന്ന് പറഞ്ഞാൽ നമുക്ക് സൈക്ലിക്ക് നോക്കായിരുന്നു. പക്ഷെ ഇവിടെ ഒന്നും ഇല്ല. അപ്പോൾ നിങ്ങൾ ഒന്നും ഇല്ലെങ്കിൽ ചുമ്മാ ഗ്ലൂക്കോസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, യു ക്യാൻ ടേക്ക് ഓപ്പൺ ചെയിൻ സ്ട്രക്ചർ. ഓക്കെ, ഇനി എത്ര കൈറൽ കാർബൺ ഉണ്ട് എന്നാണ് അല്ലെ, എങ്ങനെ C2 കൈറലാവണം അല്ലെ, C ഡബിൾ ബോണ്ട് OH ഇതൊന്നും കൈറലല്ല. കാരണം എന്താണ്, അത് sp2 കാർബൺ നമ്മൾ കൈറാലിറ്റി പറയൂല, sp3 ആവണം കൈറലാവണമെങ്കിൽ. ഓക്കെ, അപ്പോൾ C2 കാർബൺ കൈറലാണ്. അതിൻ്റെ കാരണം എന്താ, C2 ഇവിടെ OH, ഇവിടെ OH, ഇവിടെ ഇങ്ങനെ വലിയൊരു ഗ്രൂപ്പ്, ഇവിടെ ഇങ്ങനെ എല്ലാ ഗ്രൂപ്പ് അല്ലേ. ഒരു കൈറലാവാനുള്ള കണ്ടീഷൻ എന്താണ്, ഒരു കാർബൺ അതിന് ചുറ്റുള്ള 4 എണ്ണം ABCD എന്നുള്ളത് A ഈസ് നോട്ട് ഈക്വൽ ടു B, നോട്ട് ഈക്വൽ ടു C, നോട്ട് ഈക്വൽ ടു D ആണെങ്കിൽ ദ കാർബൺ ഈസ് സെറ്റ് ടു ബി കൈറൽ. അങ്ങനത്തെ കേസിൽ നമ്മൾ കാർബണിനെ വിളിക്കുന്ന പേര് കൈറൽ എന്നാണ്, കൈറൽ കാർബൺ എന്ന് പറയാം. അതായത് കാർബൺ ഈസ് അറ്റാച്ച്ഡ് ബൈ 4 ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് ഓർ ആറ്റം അല്ലെ, 4 ഡിഫറെൻറ്റ് ഗ്രൂപ്പോ അല്ലെങ്കിൽ ആറ്റവുമായിട്ട് അറ്റാച്ച് ചെയ്ത കാർബണിനെ വിളിക്കുന്ന പേരാണ് കൈറൽ അല്ലെങ്കിൽ അസിമെട്രിക് കാർബൺ. അങ്ങനെയാണ് ഇവിടെ കണ്ടീഷൻ. C3 കണ്ടീഷൻ, C4 തന്നെ കണ്ടീഷൻ, C5 അതേ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത്. C6 വല്ല 2 H ഉണ്ട് ഇവിടെ. ഇതിൽ വരുന്നതാണ് C ഡബിൾ ബോണ്ട് ഉള്ളതുകൊണ്ട് ഇവിടെ പറ്റില്ല. അപ്പോൾ ആൻസർ എന്താണ്, ഇവിടെ 4 എന്നാണ്. ഇനി ഇതേ ക്വസ്റ്റ്യൻ നിങ്ങൾ ചോദിക്കണം, ആൽഫ ഗ്ലൂക്കോസ് ആണ് ക്വസ്റ്റ്യൻ എങ്കിൽ. അപ്പോൾ ആൽഫ ഗ്ലൂക്കോസ് ആകുമ്പോൾ അറിയോ, ഇത് ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്ത് ഇവിടെ വന്നിട്ടുണ്ടാവും, ഇങ്ങനെ വന്നിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ആൽഫ ഗ്ലൂക്കോസിലേക്ക് പോകുമ്പോൾ അതിന് ചെറിയ മാറ്റം വന്നിട്ടുണ്ടാവും. മാറ്റം എന്ന് ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ നിങ്ങൾക്ക് അറിയുന്ന പോലെ ഒരു ഹെമി അസെറ്റാൾ ഫോം ഇവിടെ നടന്നിട്ടുണ്ടാവും അല്ലെ. ഹെമി എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടുത്തെ ഈ OH ഇത് തമ്മിൽ OH ഓക്സിജൻ്റെ ലോൺ പെയറും ഇവിടുത്തെ C ഡബിൾ ബോണ്ട് ഓയിലെ Cയും തമ്മിൽ എന്തുണ്ടാകും, അറ്റാച്ച് ചെയ്യും അല്ലെ. അങ്ങനെ ഒരു ആൽഡിഹൈഡ് പ്ലസ് ആൽക്കോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ, ആൽഡിഹൈഡും ആൽക്കോളും തമ്മിൽ റിയാക്ട് ചെയ്യുമ്പോൾ ഹെമി അസെറ്റാൾ ഉണ്ടാകും. എഗെയിൻ റിയാക്ട് വിത്ത് ആൽക്കോൾ ടു ഫോം അസിറ്റാൾ, കേട്ടില്ലേ? അത് തന്നെയാണ് സംഭവം ഇവിടെ. ഓക്കെ, അപ്പോൾ എന്താ കിട്ടാന്ന് അറിയാം നമുക്ക്, ഇവിടെ H ഉണ്ടാകും, ഇവിടെ OH ഉണ്ടാകും, ബാക്കി H OH OH H H OH HCH2OH, പിന്നെ ഈ ഓക്സിജൻ ഇങ്ങനെ ഈ ഫസ്റ്റ് കാർബണുമായിട്ട് എന്തിട്ടും ഇങ്ങനെ ഉണ്ടാവും. ഇതാണ് ആൽഫ ഗ്ലൂക്കോസ്. ഓക്കെ, ഈ Hഉം OHഉം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി, ഈ OH ഇപ്പുറത്തും ഈ H ഇങ്ങോട്ട് വന്നാൽ എന്താവും, ഇതിനെ ബീറ്റ ഗ്ലൂക്കോസ് എന്ന് പറയേണ്ടി വരും. ഓക്കെ, ഇപ്പം നിങ്ങൾ നോക്കുക, ഈ C1 കാർബൺ എന്തായി, ഇതും sp2 വിട്ട് എന്തായി sp3ലേക്ക് മാറി, അതും കൈറലാകും. അപ്പോൾ ഇത് 1 2 3 4 5, അപ്പോൾ അവിടെ എന്തുണ്ട്, 5 കാർബൺ കൈറൽ ഉണ്ടാവും. ഇവിടെ ആൽഫ ഗ്ലൂക്കോസിൽ. ബീറ്റ ഗ്ലൂക്കോസിൽ ഉണ്ടാവും 5 കൈറൽ കാർബൺ. പക്ഷേ ഓപ്പൺ ചെയിൻ സ്ട്രക്ചറിൽ 4 കൈറൽ കാർബൺ. ഇവിടെ 6 എന്നുള്ള ഇവിടെ എന്ത് ചെയ്തിട്ടില്ല, 4 കഴിഞ്ഞ പിന്നെ 6 കൊടുത്തത്. അപ്പോൾ 5 എന്ന് ആരും എഴുതാതിരിക്കാൻ, അങ്ങനെ ആരെങ്കിലും ഇനി ആൽഫ ബീറ്റ ഗ്ലൂക്കോസ് ആണ് തെറ്റിദ്ധരിക്കണം കരുതി ആയിരിക്കും ചിലപ്പോൾ എന്ത് ചെയ്യാം 5 എന്ന ഓപ്ഷൻ കൊടുക്കാതിരുന്നത്. ഓക്കെ, നിങ്ങൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്, ഞാൻ ചുരുക്കി ഇങ്ങനെ പറയാം. ചുമ്മാ ഗ്ലൂക്കോസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓപ്പൺ ചെയിൻ എടുക്കണം, അതിൽ 4 കൈറൽ കാർബൺസേ ഉള്ളൂ. ഇനി അതല്ല, പിന്നെ ആൽഫ എന്നോ ബീറ്റ എന്നോ പ്രത്യേകം ചോദിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, നിങ്ങൾ 5 കൈറൽ കാർബൺ, അപ്പോൾ C1 കൂടെ എന്താവും, അതിൽ കൈറലായിട്ട് മാറും. ബാക്കി ഓൾറെഡി ഇതെല്ലാം കൈറലാണ്. ക്ലിയർ? റിംഗ് സ്ട്രക്ചർ ഓഫ് ഗ്ലൂക്കോസ് ഈസ് ഡ്യൂ ടു ദ ഫോർമേഷൻ ഓഫ് ഹെമി അസിറ്റാൾ ആൻഡ് റിംഗ് ഫോർമേഷൻ ബിറ്റ്വീൻ അല്ലേ. റിംഗ് സ്ട്രക്ചർ ഉണ്ടാവുള്ള കാരണം എന്താണ്, ഹെമി അസെറ്റാൾ ഫോർമേഷൻ. വാട്ട് ഈസ് ഹെമി അസെറ്റാൾ? ഹെമി അസെറ്റാൾ എന്ന് ഉദ്ദേശിക്കുന്നത് RC ഡബിൾ ബോണ്ട് OH അല്ലേ, ഒരു R-OH, അതായത് ഒരു ആൽഡിഹൈഡും ഒരു ആൽക്കഹോളും തമ്മിൽ റിയാക്ട് ചെയ്യുമ്പോൾ ഇവിടുത്തെ ലോൺ പെയർ ഇലക്ട്രോൺസ് ഇല്ലേ ഈ ഓക്സിജൻ്റെ, അത് വന്ന് എന്ത് ചെയ്യും, അറ്റാക്ക് ചെയ്യും. കാരണം ഇതെന്താണ്, ഇതൊരു ന്യൂക്ലിയോഫൈലാണ്. ആൽക്കഹോൾ എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയോഫിലിക് അഡീഷൻ റിയാക്ഷൻ വളരെ ഫീസിബിൾ റിയാക്ഷനാണ് ആൽഡിഹൈഡിലും കീറ്റോണിലൊക്കെ. അപ്പോൾ റിയാക്ഷൻ നടക്കും, ഇതെന്ത് ചെയ്യും, ഇങ്ങനെ പോകും. അപ്പോൾ ബാക്കി എന്തുണ്ടാവും എന്നറിയോ, RC ഇവിടെ എന്താകും, O- എന്നാകും. ആ O- എന്ത് ചെയ്യും, ഇവിടുത്തെ Hന് എന്ത് ചെയ്യും, വാങ്ങും, ROH എന്നാകും. ഓക്കെ, ബാക്കി ഉണ്ടാവുക ഇവിടെ എന്തുണ്ടാകും, ഇവിടെ നേരത്തെ ഒരു H ഉണ്ട്, ഇവിടെ എന്തുണ്ടാകും, OR- ഉണ്ടാകും. ഓക്കെ, ഈ H ആണ് ഈ H, ഈ OR- ആണ് ഇവിടുത്തെ OR-. ഇങ്ങനെ ഉണ്ടാവും. നൗ ഇറ്റ് ഈസ് കോൾഡ് ഹെമി അസെറ്റാൾ. ഇതിനെ പറയുന്ന പേരാണ് ഹെമി അസെറ്റാൾ എന്ന് പറയാം. ഇറ്റ് ഈസ് കോൾഡ് ഹെമി അസെറ്റാൾ. ഈ ഹെമി അസെറ്റാൾ ഫോമാണ് സത്യത്തിൽ ഇവിടെ നടക്കുന്നത്. ഇവിടുത്തെ OH ഉണ്ടല്ലോ, അതെന്ത് ചെയ്യും, അത് ഇവിടെ വന്നിട്ട് അറ്റാക്ക് ആണ് ചെയ്യുന്നത്. ഞാൻ ജസ്റ്റ് ഇവിടെ ഇങ്ങനെ CHO കാണിക്കാം. ഇവിടെ C ഡബിൾ ബോണ്ട് OH എന്നാണ്, ഇത് ഫസ്റ്റ് കാർബൺ. ഓക്കെ, ഇവിടുത്തെ ഈ ഓക്സിജൻ്റെ ലോൺ പെയർ വന്നിട്ട് എന്ത് ചെയ്യുന്നു, നമ്മുടെ ഈ
കാർബൺ പോയി അറ്റാക്ക് ചെയ്യുന്നു, ഈ സി ഡബിൾ ബോണ്ട് ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്യുന്നു, അങ്ങനെ ഓക്സിജൻ എന്ത് ചെയ്യുന്നു, എച്ചിനെ അബ്സ്ട്രാക്ട് ചെയ്യുന്നു, OH ആയിട്ട് മാറും. ഓക്കെ, ശരിക്കും അവർ തമ്മിൽ ആരൊക്കെ തമ്മിലാണ്? C1ഉം C5ഉം തമ്മിലാണ് ബോണ്ട് വരുന്നത്. 5ഉം അല്ലെ, റിംഗ് ഫോർമേഷൻ. ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? ദ റിംഗ് ഫോർമേഷൻ ബിറ്റ്വീൻ C1 ആൻഡ് C5. C1ഉം C5 അല്ലേ? ഇത് 1ഉം ഇത് 5 അല്ലേ? യെസ്, ഗ്ലൂക്കോസിന്റെ കേസിൽ അതാണ് സംഭവം. അപ്പൊ ആൻസർ യെസ്, ഓപ്ഷൻ 1 ആയിരിക്കും നമ്മൾ ആൻസർ വരിക, C1 ആൻഡ് C5. നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോയാം. 2 മോണോമേഴ്സ് ഇൻ മാൾട്ടോസ്. ഓക്കെ, മാൾട്ടോസ് എങ്ങനെ ഉണ്ടാക്കിയത്? അപ്പോൾ നമുക്ക് ഈ ഡൈസാക്കർസ് ഉണ്ടാക്കിയൊക്കെ നോക്കാം. ഇപ്പോൾ സുക്രോസ് ഉണ്ടാക്കിയത്. ഓക്കെ, സുക്രോസ് ഉണ്ടാക്കിയത് എങ്ങനെയാ വെച്ചാൽ ആൽഫ ഗ്ലൂക്കോസും ബീറ്റ ഫ്രക്ടോസും തമ്മിൽ C1 C2 ഗ്ലൈക്കോസിഡിക് ബോണ്ട്. ഓക്കെ, മാൾട്ടോസ് ഉണ്ടാക്കിയത്, മാൾട്ടോസ് എന്ന ഡൈസാക്കറാണ്. ആൽഫ ഗ്ലൂക്കോസും വീണ്ടും ആൽഫ ഗ്ലൂക്കോസ്, C1 C4 ഗ്ലൈക്കോസിഡിക് ബോണ്ടിങ്. ലാക്ടോസ് ഉണ്ടായത് ബീറ്റ ഗാലക്ടോസും ബീറ്റ ഗ്ലൂക്കോസും തമ്മിലാണ്, C1 C4 ഗ്ലൈക്കോസിഡിക് ബോണ്ട്. ഓക്കെ, എല്ലാം ഞാൻ പറഞ്ഞു, എല്ലാം D ആയിരിക്കും. അത് ഗ്ലൂക്കോസ് ആണെങ്കിലും ഗാലക്ടോസ് ഒക്കെ D. ഓക്കെ, മാൾട്ടോസ് ആണ്, രണ്ടും എന്താണ്? മാൾട്ടോസ് ആകുമ്പോൾ ആൽഫ ഗ്ലൂക്കോസ് ആൻഡ് ആൽഫ ഗ്ലൂക്കോസ്. ഓക്കെ, അപ്പോൾ ആൽഫ ഡി ഗ്ലൂക്കോസ് ആൻഡ് ആൽഫ ഡി ഗ്ലൂക്കോസ്, ഓപ്ഷൻ 1. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് മൂവ് ചെയ്യുന്നു. ആൽഫ ഗ്ലൂക്കോസ് ആൻഡ് ബീറ്റ ഗ്ലൂക്കോസ് ആർ കോൾഡ്. ആൽഫ ഗ്ലൂക്കോസും ബീറ്റ ഗ്ലൂക്കോസും എന്താ പറയുന്നത്? ആൽഫ ഗ്ലൂക്കോസും ബീറ്റ ഗ്ലൂക്കോസും തമ്മിൽ നമ്മൾ പറയുന്ന പേര് അനോമേഴ്സ് എന്ന് പറയും. അനോമേഴ്സ്. ഈ ആൽഫയും ബീറ്റയുടെ വ്യത്യാസം എവിടെയെന്നറിയോ? ഇപ്പോൾ ഇവിടെ കണ്ടല്ലോ, ഇത് നേരെ ഇപ്പുറത്ത് ഇങ്ങോട്ട് മാറി എന്താക്കും? ഇവിടെ OHും ഇവിടെ H ഇതിന്റെ ബീറ്റയാണ്, ഞാൻ പറഞ്ഞല്ലോ. ഓക്കെ, അപ്പോൾ ഈ കാർബൺ, ഫസ്റ്റ് കാർബണാണ് വ്യത്യാസം വന്നിട്ടുള്ളത്. നമ്മൾ അതിനെ പറയുന്ന പേര് അനോമേഴ്സ് എന്നാണ് പറയുക. അത് ഹെമി അസിറ്റാൽ കാർബൺ ആണ്. ഈ കാർബൺ ഹെമി അസിറ്റാൽ കാർബൺ ആണ്. ആക്ച്വലി ഈ കാർബൺ തന്നെയാണ് ഇവിടുത്തെ ഈ കാർബൺ. ഓക്കെ, അതായത് നമ്മൾ നേരത്തെ ആൽഡിഹൈഡിന്റെ കാർബൺ ആയതാണല്ലോ ഹെമി അസെറ്റാൾ ആയിട്ട് മാറിയത്. അപ്പോൾ എന്താണ്? ഹെമി അസെറ്റാൾ കാർബൺ ആണ് ഈ കാർബൺ. അതുകൊണ്ട് തന്നെ ഇതിനെ ഹെമി അസെറ്റാൾ കാർബൺ ഉണ്ടാകുന്ന ഡിഫറൻസ് കൊണ്ടുണ്ടാകുന്ന ഐസോമേഴ്സിനെ വിളിക്കുന്ന പേരാണ് ആക്ച്വലി നമ്മൾ പിന്നെ അനോമർ. ശരിക്കും എപ്പിമേഴ്സ് ഒരു ആൻസർ ഉണ്ട്. എപ്പിമേഴ്സ് ഇതിൽ ആൻസർ ശരിയാണ്, പക്ഷേ എപ്പിമേഴ്സിനേക്കാളും ഇതിനെ നമ്മൾ ഒരു എപ്പിമർ എന്ന് പറയുന്ന സംഭവം എന്നറിയോ? ഇപ്പോൾ നമ്മൾ ഗ്ലൂക്കോസ് ഓപ്പൺ ചെയ്യുന്നതാണ്, HCHO, ഇവിടെ H, ഇവിടെ OH, ഇവിടെ OH, ഇവിടെ H, ഇവിടെ H, ഇവിടെ OH, ഇവിടെ H, ഇവിടെ OH, ഇവിടെ CH2OH. ഇതാണ് ആൽഫ ഗ്ലൂക്കോസ്, സോറി ഗ്ലൂക്കോസ്, സിമ്പിൾ ഗ്ലൂക്കോസ്, ഓപ്പൺ ചെയിൻ ഗ്ലൂക്കോസ്. ഓക്കെ, ഞാൻ ഇതിൻ്റെ ഇതേപോലെ വേറെ ഒരാളെ ഇങ്ങനെ എഴുതുന്നുണ്ട്. അവിടെ CH ഉണ്ട്, ഇവിടെ HOH, അതേപോലെ തന്നെ OHH, മറ്റേ ഗ്ലൂക്കോസിനെ പോലെ തന്നെ. പക്ഷേ 4ാമത്തെ കാർബൺ ഞാൻ HOH ഒന്ന് മാറ്റിയിട്ടുണ്ട്. 5ാമത്തെ കാർബണിൽ വീണ്ടും വ്യത്യാസങ്ങളില്ല. അപ്പം ആകെ വ്യത്യാസമുള്ള എവിടെയെന്ന് അറിയോ? ഇവിടെ മാത്രമേ വ്യത്യാസമുള്ളൂ. ഈ 4th കാർബണിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. നോക്കുക, അല്ല, അവിടെ മാത്രമേ വ്യത്യാസമുള്ളൂ. ബാക്കിയെല്ലാം ഇതേപോലെ തന്നെ. പക്ഷെ ഇതിൻ്റെ പേര് ഇതാണ് ആക്ച്വലി നമ്മളെ ഗാലക്ടോസ്. ദിസ് ഈസ് കോൾഡ് ഗാലക്ടോസ്. ഗ്ലൂക്കോസും ഗാലക്ടോസും ആകെ വ്യത്യാസം 4th മാത്രമാണ്. ഗ്ലൂക്കോസിന്റെ C4 എപ്പിമർ ആണ് ഗാലക്ടോസ് എന്ന് പറയാം. അപ്പോൾ എപ്പിമർ എന്ന് പറഞ്ഞാൽ കോമ്പൗണ്ട്സ് ഹാവിങ് അല്ലെ മോർ ദാൻ 1 കൈറൽ കാർബൺ, അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ ഐസോമേഴ്സ് ഹാവിങ് മോർ ദാൻ 1 കൈറൽ കാർബൺ. ഇപ്പോൾ ഇവിടെ C1 C2 C3 C4, ഇവിടെ C1 C2 C3 C4 C5, ഇവിടെ അതേപോലെ C2 C3 C4 C5 എന്തുണ്ട്? കൈറൽ കാർബൺസ് ആണ്. മോർ ദാൻ 1 കൈറൽ കാർബൺ, ബട്ട് ദേ ഡിഫർ അബൌട്ട് ഓൺലി 1 കൈറൽ കാർബൺ. പക്ഷെ ഒരു കൈറൽ കാർബൺ മാത്രം വ്യത്യാസം ഉണ്ടാവുള്ളൂ. അത് എവിടെയാണ്? ഈ കേസിൽ C4ലാണ് അല്ലെ. അതുകൊണ്ട് ദേ ആർ കോൾഡ് എപ്പിമേഴ്സ്. അങ്ങനത്തെ കോമ്പൗണ്ട് വിളിക്കുന്ന പേര് എപ്പിമേഴ്സ് ആണ്. സത്യത്തിൽ ആൽഫ ഗ്ലൂക്കോസും ബീറ്റ ഗ്ലൂക്കോസും തമ്മിലും എപ്പിമേഴ്സ് ഉണ്ട്. പക്ഷേ ഹെമി അസെറ്റാൽ കാർബൺ കൊണ്ടാണ് ഈ എപ്പിമറിസം ഉള്ളത് എങ്കിൽ അങ്ങനത്തിനെ വിളിക്കുന്ന പേര് അനോമേഴ്സ് എന്നാണ്. അപ്പോൾ വിളിക്കുന്ന പേര് അനോമേഴ്സ്. അപ്പോൾ എപ്പിമേഴ്സും അനോമേഴ്സും ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ ആക്യുറേറ്റ് ആൻസർ ആരാണ്? അനോമർ എന്ന് പറയുന്നതാണ്. ഓക്കെ, എന്നാൽ നിങ്ങൾ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, ഗ്ലൂക്കോസ് ആൻഡ് ഗാലക്ടോസ്
ആർ എന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ ആൻസർ എന്താണ്? ദേ ആർ C4 എപ്പിമർ എന്നായിരിക്കും. എപ്പിമർ എന്നാണ് ആൻസർ വരിക. ഇനി ഗ്ലൂക്കോസും മാനോസും ചോദിച്ചാലോ? അപ്പോൾ C2 എപ്പിമർ ആണ്. ഗ്ലൂക്കോസിന്റെ C2 എപ്പിമർ ആണ് മാനോസ്. ഇതൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട പോയിന്റ്സ് ആണ്. ഹൈഡ്രോളിസ് ഓഫ് സുക്രോസ് ഈസ് കോൾഡ്. സുക്രോസിന് ഹൈഡ്രോളിസ് നടത്തും. സുക്രോസ് എന്ന സംഭവം നിങ്ങൾക്ക് അറിയാലോ അല്ലെ? സുക്രോസ് എന്ന് എന്താണ്? സുക്രോസ് എന്ന് പറഞ്ഞാൽ നമ്മൾ സുക്രോസ് H2O ഇൻ പ്രസൻസ് ഓഫ് H+. ഇതാണ് ശരിക്കും ഹൈഡ്രോളിസ്. C12H22O11 ആണ് സുക്രോസ്. നമുക്ക് എന്താ കിട്ടുമെന്ന് അറിയോ? 2 മോണോമർ യൂണിറ്റ് കിട്ടും. സുക്രോസ് ഉണ്ടായത് എങ്ങനെയാണ്? ആ മോണോമേഴ്സ് ആണ് തിരിച്ചും കിട്ടുക അല്ലെ? സുക്രോസ് ഉണ്ടായത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കറിയാം അല്ലെ? ഒരു ഗ്ലൂക്കോസ് യൂണിറ്റും ഒരു ഫ്രക്ടോസ് യൂണിറ്റും ഉണ്ടാവുക. ഗ്ലൂക്കോസ് ആൽഫയും ഫ്രക്ടോസ് ബീറ്റയും അല്ലെ? അവ C1C2 ഗ്ലൈക്കോസിഡിക് ബോണ്ടിങ് വഴിയാണ് അവർ ജോയിൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ആരാണ്? ഉണ്ടാകുന്ന ഗ്ലൂക്കോസും ഫ്രക്ടോസും ആണ്. ഇതിനെ വിളിക്കുന്ന പേര് ഇൻവേർഷൻ എന്നാണ്. ഈ ഒരു ഹൈഡ്രോളിസ് ഓഫ് സുക്രോസിനെ വിളിക്കുന്ന പേര് ഇൻവേർഷൻ ആണ്. ഇൻവേർഷൻ. നമ്മൾ ഇതിനെ വിളിക്കുന്ന പേര് ഇൻവേർട്ട് ഷുഗർ എന്നാണ്. ഇൻവേർട്ട് ഷുഗർ എന്നാണ്. അതിന്റെ കാരണം എന്താ അറിയോ? ഇത് ടോട്ടലി ഇതിന്റെ സുക്രോസിന്റെ റൊട്ടേഷൻ പ്ലസ് റൊട്ടേഷൻ ആയിരിക്കും. ഓക്കെ, ഇതിന് ടോട്ടൽ റൊട്ടേഷൻ എന്തായിരിക്കും? മൈനസ് റൊട്ടേഷൻ ആണ്. ഫ്രക്ടോസിന് കൂടുതൽ മൈനസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ടോട്ടൽ എന്താകുന്നു? മൈനസ് ആയിട്ട് മാറും. ഈ പിന്നെ എന്താണ് ഹൈഡ്രോളിസ് നടന്നതിന് ശേഷം ഉണ്ടാകുന്ന ആ 1:1 ഗ്ലൂക്കോസ് പ്ലസ് ഫ്രക്ടോസ് അത് മൈനസ് റൊട്ടേഷൻ ഉണ്ടാവും. ഡെക്സ്ട്രോ റൊട്ടേറ്ററി. ഇത് ഡെക്സ്ട്രോ റൊട്ടേറ്ററി ആയിരുന്നു. ഇത് ലീവർ റൊട്ടേഷനിലേക്ക് എന്ത് ചെയ്തു? മാറുന്നു. അപ്പോൾ ലീവർ റൊട്ടേഷനിലേക്ക് മാറുമ്പോൾ നമുക്കതിനെ റൊട്ടേഷൻ എന്ത് ചെയ്തു? ഇൻവേർട്ട് ചെയ്തു എന്ന് പറയും. അതുകൊണ്ട് ഈ പ്രോസസ്സിനെ ദ ഹോൾ പ്രോസസ് ഈസ് കോൾഡ് ഇൻവേർഷൻ. അത് നമുക്ക് മാൾട്ടോസിനെയോ ലാക്ടോസിനെയോ നമ്മൾ ഹൈഡ്രോളിസ് നടത്തുമ്പോൾ നമുക്ക് ഇൻവേർഷൻ എന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, ആരെ മാത്രമേ പറ്റുള്ളൂ? നമ്മൾ സുക്രോസിനെ മാത്രമേ ഇൻവേർഷൻ എന്ന് പറയുള്ളൂ. അപ്പോൾ ദ 1:1 ഗ്ലൂക്കോസ് പ്ലസ് ഫ്രക്ടോസിനെ വിളിക്കുന്ന പേര് ഇൻവേർട്ട് ഷുഗർ എന്നാണ്. ഓക്കെ, നമ്മൾ ഈ സ്യൂഡോ ഫസ്റ്റ് ഓർഡർ കൈൻഡീസ് ഒക്കെ പറയണില്ലേ, അതൊക്കെ ഇൻവേർഷൻ റിയാക്ഷനാണ്. അത് ഇൻവേർഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ എന്താണ് സുക്രോസിനെ അല്ലെ? സുക്രോസിൻ്റെ ഹൈഡ്രോളിസിനാണ് നമ്മൾ പറയാം. റൈറ്റ്. കാരണം H2 എന്തായിരിക്കും? അവിടെ എക്സസ് എമൗണ്ട് എടുക്കുന്നതുകൊണ്ട് അത് സെക്കൻഡ് ഡിഗ്രി അല്ല, അല്ലെങ്കിൽ പിന്നെ എന്താണ് ഓർഡർ 2 അല്ല അല്ലേ? ഓർഡർ 2 അല്ല. നമ്മളിതിനെ സ്യൂഡോ ഫസ്റ്റ് ഓർഡർ അല്ലെ? ഫസ്റ്റ് ഓർഡറിലാണ് പറയാം. സ്യൂഡോ ഫസ്റ്റ് ഓർഡർ ആയിരിക്കും എന്ന് പറയും. അടുത്ത നോക്കാം. ഐഡന്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് അമംഗ് ദ ഫോളോയിങ്. നമ്പർ ഓഫ് കൈറൽ കാർബൺ നോക്കട്ടോ. നമ്പർ ഓഫ് കൈറൽ കാർബൺ ഇൻ ബീറ്റ ഡി ഗ്ലൂക്കോസ് ആർ 4. അത് തെറ്റാണ്. നേരത്തെ പറഞ്ഞു ബീറ്റയോ ആൽഫയോ പറഞ്ഞാൽ നമുക്ക് അദ്ദേഹം അത് 5 എന്നാണ് കൊടുക്കേണ്ടത്. അവിടെ 4 അല്ല. നേരെ മറിച്ച് വെറും ഗ്ലൂക്കോസ് എന്ന് പറഞ്ഞാൽ 4 ആണ്. ഓക്കെ. നമ്പർ ഓഫ് OH ഗ്രൂപ്പ് ഇൻ പ്രസന്റ് ഇൻ ഡി ഗ്ലൂക്കോസ് എന്തായിരിക്കും? അത് 5 ആണെന്നാണ് അല്ലെ? നമ്മൾ നേരത്തെ ഇവിടെ എവിടെയോ പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഇത് ഇങ്ങോട്ടും ഈ OHും Hും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിരുന്നെങ്കിൽ ഇവിടെ OHും ഇവിടെ H ആണെങ്കിൽ നമുക്ക് എന്താ പറയാം? ഇത് ബീറ്റ ഗ്ലൂക്കോസ് എന്ന് പറയായിരുന്നു. ഓക്കെ, അപ്പോൾ എത്ര OH ഗ്രൂപ്പ് ഉണ്ട്? 1 2 3 4 5 അല്ലേ? 5 OH ഗ്രൂപ്പ് ഉണ്ട്. ശരിയാണ് അല്ലേ? ആൽഫയിലും ബീറ്റയിലൊക്കെ എന്തുണ്ട്? 5 OH ഗ്രൂപ്പ് ഉണ്ട്. അത് കറക്റ്റാണ് സംഭവം. അത് നമുക്ക് എന്ത് ചെയ്യാം? അത് നമുക്ക് കൊടുക്കാം. അത് ദാറ്റ് ഈസ് റൈറ്റ് അല്ലേ? ഇത് ശരിയാണ്. ബീറ്റ ഡി ഗ്ലൂക്കോസ് കണ്ടെയ്ൻസ് പൈറനോസ് റിങ് അല്ലേ? നമ്മൾ പൈറനോസ് ആയിട്ടാണ് വരക്കുക. ഇങ്ങനെ വരക്കുക അല്ലേ? പൈറ എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു 6 മെമ്പേർഡ് ആയിട്ടുള്ള അല്ലേ? ഇതാണ് പൈറ എന്നുള്ള കോമ്പൗണ്ട്. ഒരു ഹെട്രോസൈക്ലിക് ആറ്റമാണ്, ഹെട്രോസൈക്ലിക് കോമ്പൗണ്ടാണ്. ഓക്കെ, ഓക്സിജനൊക്കെ ഉള്ള കോമ്പൗണ്ടാണ് അല്ലേ? ഒരു 5 കാർബൺസും അല്ലേ? ശരിയല്ലേ? ഇങ്ങനെ നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ കണ്ടല്ലോ നമ്മൾ അല്ലേ? ഇതാണ് കോമ്പൗണ്ട്. ഇതിനകത്ത് 5 കാർബൺസ് 1 2 3 4 5 കാർബൺ ഓക്സിജനും. അങ്ങനെ വരക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് പൈറനോസ് റിങ് ഉപയോഗിക്കുന്നു. പൈറനോസ് ആയിട്ടാണ് വരക്കുക. ദിസ് ഈസ് കോൾഡ് പൈറനോസ്. അപ്പോൾ ബീറ്റ ആണെങ്കിലും ഇത് ആൽഫ ആണെങ്കിലും ബീറ്റ ആണെങ്കിലും പൈറനോസ് എന്ന് പറഞ്ഞാൽ അത് കറക്റ്റാണ്. ആൽഫ ഗ്ലൂക്കോ പൈറനോസ് എന്ന് പറയാം ആൽഫ ഗ്ലൂക്കോസിനെ. ബീറ്റ ഗ്ലൂക്കോ പൈറനോസ് എന്ന് പറയാം ബീറ്റ. അപ്പോൾ അത് കറക്റ്റാണെന്നാണ് പറഞ്ഞത്. ഓക്കെ, ദാറ്റ് ഈസ് ട്രൂ. അപ്പോൾ എന്താ ക്വസ്റ്റ്യൻ അറിയോ? ആരൊക്കെയാണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്? 1 കറക്റ്റ് അല്ല, 2ഉം 3ഉം കറക്റ്റ് ആണ്. അപ്പോൾ 2 and 3 ഓൺലി. ഓപ്ഷൻ 1 തന്നെയാണ് ആൻസർ വരിക. ഓക്കെ, നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് വരാം. അമൈലോസിനെ കുറിച്ചാണ്. അമൈലോസ് ഈസ് വാട്ടർ സോളിബിൾ കമ്പോണന്റ് ഓഫ് സ്റ്റാർച്ച്. സ്റ്റാർച്ച് 2 ഭാഗമുണ്ട് സ്റ്റാർച്ചിന്. അതിലൊരു ഭാഗം അമൈലോസ് എന്നുള്ള ഭാഗമാണ്. അമൈലോസ്. സെക്കൻഡ് ഭാഗമാണ് അമൈലോപെക്റ്റിൻ.
അമൈലോപെക്റ്റിൻ. ഇത് വാട്ടർ സോളിബിൾ കമ്പോണന്റ് ആണ്. അമൈലോപെക്റ്റിൻ ഇൻസോളിബിൾ കമ്പോണന്റ് ആണ്. വാട്ടർ സോളിബിൾ കമ്പോണന്റ് ഇപ്പോൾ ഇവിടെ 15-20% മാത്രമേ ആരുള്ളൂ, അമൈലോസ് ഉള്ളൂ. ബാക്കി 80-85% ആരാണ്, അമൈലോപെക്റ്റിൻ ആണ്. നമ്മളെ ചോറ് അല്ലേ ബോയിൽ ചെയ്യുമല്ലോ, റൈസ് ബോയിൽ ചെയ്യൂലേ, അപ്പോൾ ചോറായിട്ട് നമ്മൾ വറ്റായിട്ട് കിട്ടുന്ന ഭാഗമാണ് ശരിക്കും ഈ പറയുന്ന അമൈലോപെക്റ്റിൻ. അത് വാട്ടർ ഇൻസോളിബിൾ ആണ്. എന്നാൽ അത് ലയിച്ചു പോകുന്ന സോളിബിൾ ആയിട്ടുള്ള കഞ്ഞിവെള്ളത്തിലൊക്കെ കൂടുതൽ ഉണ്ടാകുന്ന ആ ഒരു ലയിച്ചു പോകുന്ന സംഭവമാണ് എന്ത്, അമൈലോസ് എന്നുള്ള സംഭവം. ഓക്കെ, അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ നോക്കാം. അമൈലോസ് ഈസ് വാട്ടർ സോളിബിൾ കമ്പൗണ്ട് ഓഫ് സ്റ്റാർച്ച്. ശരിയാണ്. അമൈലോപെക്റ്റിൻ ഈസ് ഇൻസോളിബിൾ ഇൻ വാട്ടർ ആൻഡ് കോൺസ്റ്റിറ്റ്യൂട്ട് അബൌട്ട് 80-85%. കറക്റ്റാണ്. 80-85% ഓഫ് സ്റ്റാർച്ച് ഉള്ള സംഭവമാണ്. കറക്റ്റാണ്. അപ്പോൾ രണ്ടും കറക്റ്റാണ്. ബോത്ത് സ്റ്റേറ്റ്മെന്റ് അല്ലേ 1 and 2 ആർ കറക്റ്റാണ് പറയേണ്ടത്. The Haworth projection of alpha anomer of D-glucose. ആൽഫ ഡി ഗ്ലൂക്കോസ്. ആൽഫ ഡി ഗ്ലൂക്കോസിനെ എങ്ങനെയാണ് അല്ലെ, എല്ലാം ഡി ഗ്ലൂക്കോസ് എന്ന് ഞാൻ പറഞ്ഞു. ആൽഫ എന്ന് പറയുമ്പോൾ അല്ലേ നമുക്ക് അറിയാം, ആൽഫ എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മളെ കോമ്പൗണ്ട് അല്ലേ, പിന്നെ ഇങ്ങനെ ഇവിടെ എന്ത് ചെയ്യും നമ്മൾ, ഇങ്ങനെ ഇവിടെ എച്ച്, ഇവിടെ ഒ എച്ച്, ഇവിടെ എച്ച് ഒ എച്ച്, ഒ എച്ച് എച്ച്, എച്ച് ഒ എച്ച്, ഇവിടെ CH2 OH, ഇവിടെ നിന്നുണ്ടാകും ഇങ്ങനെ ഉണ്ടാകും. ഇതാണ് ശരിക്കും നമ്മൾ നേരത്തെ വരച്ചിട്ടുള്ള ആൽഫ ഗ്ലൂക്കോസ്. അത് വരക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇതിൽ കാണിച്ചിരിക്കുന്ന ഓപ്ഷൻ 3 ആയിരിക്കും ആൻസർ വരിക. കാരണം ഇവിടെ OH കൊടുക്കണം, ഇവിടെ എച്ച് ഒ എച്ച്. നമുക്ക് വേണ്ട ബീറ്റയാണ് ചോദിക്കണം അല്ലേ, ആൽഫ ചോദിക്കണം, ബീറ്റയാണോ, ആൽഫയും ചോദിക്കണം, ആൽഫ. ഓക്കെ, അപ്പോൾ എച്ചും ഒ എച്ചും അല്ലേ നമ്മൾ സാധാരണ പറയുമ്പോൾ വരക്കുമ്പോൾ നമ്മൾ ഈ ഫിഷർ മോഡലുള്ള സംഭവത്തിൽ ലെഫ്റ്റും റൈറ്റും ഉണ്ടാവുമല്ലോ. ലെഫ്റ്റുള്ള ആൾ നമ്മൾ എന്ത് മുകളിൽ കൊടുക്കണം അല്ലേ. നമ്മൾ ചെയ്യുമ്പോൾ ഓക്സിജൻ, ഇതാണ് ഓക്സിജൻ കേട്ടോ. ഓക്സിജന് ശേഷം ഇങ്ങനെ ക്ലോക്ക് വൈസ് ഓർഡറിലാണ് പറയാം. ഇത് 1, ഇത് 2, ഇത് 3, ഇത് 4, ഇത് 5. ഓക്കെ, 1ൽ ആരൊക്കെയുണ്ട്, എച്ചും ഒ എച്ചും ഉണ്ട്. എച്ച് എന്താണ്, എച്ച് മുകളിൽ, ഒ എച്ച് താഴെ. ലെഫ്റ്റ് സൈഡിലെ ആളെ നമ്മൾ എന്ത് ചെയ്യണം, അതായത് നമ്മൾ ഫിഷർ മോഡലിൽ ഇങ്ങനെ വരക്കുന്ന മോഡലാണ് ഫിഷർ മോഡൽ. അങ്ങനെ വരക്കുമ്പോൾ അതിലുള്ള ലെഫ്റ്റ് സൈഡിലെ ആളെ എന്ത് ചെയ്യണം, നമ്മൾ മുകളിലും റൈറ്റ് സൈഡിൽ താഴെ വരക്കണം. പിന്നെ ഒ എച്ചും എച്ച് ഒ എച്ചും ഇവിടെ നോക്കൂ, ഇവിടെ എച്ച് ഒ എച്ച് ആണ്. അടുത്തിൽ ഒ എച്ച് മുകളിൽ വേണം, ഒ എച്ച് താഴെ എച്ച് ഉണ്ടാവും. പിന്നെ അടുത്തിൽ എന്താ, എച്ച് മുകളിൽ. ഓക്കെ, അവസാനത്തെ ആളെ നിങ്ങൾ എന്ത് ചെയ്യും, ജസ്റ്റ് റിവേഴ്സ് ചെയ്യണം. അപ്പോൾ ഇവിടെ എച്ച് എന്ത് ചെയ്യണം, താഴെ. ലെഫ്റ്റിലുള്ള ആളെ എച്ച് ആണ്, അവിടെ നിങ്ങൾ താഴെ വരക്കണം. ബാക്കിയുള്ള ആളെ CH2 OH മുകളിൽ കൊടുക്കണം. അപ്പോൾ ആൻസർ ആക്ച്വലി എന്താണ്, ഓപ്ഷൻ 3 ആണ്. പൊതുവെ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് അത്ര കൂടുതൽ ചോദിച്ച് കാണാറില്ല. എങ്കിലും നമുക്ക് എന്ത് ചെയ്യണം, ഹവോർത്ത് ഒക്കെ വെച്ചിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾ ഒരുപാട് പ്രാവശ്യം നമ്മൾ NCERT പറഞ്ഞിട്ടുണ്ട്. ഈ സ്ട്രക്ചറൊക്കെ ജസ്റ്റ് നോക്കി വരച്ചാൽ മതി. ഓക്കെ, അത് മനസ്സിലാക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, എങ്ങനെയാണിത് ആൽഫയും ബീറ്റയും വരുന്നത്. അടുത്തത് ഒരു ഇൻകറക്റ്റ് പ്രൊഡക്റ്റ് ഏതാണെന്ന് എഴുതാനാണ്. ഗ്ലൂക്കോസിനെ വ്യത്യസ്തമായ റിയാക്ഷൻ നടത്തുന്നു. ഒന്ന് HI റെഡ് ഫോസ്ഫറസുമായി റിയാക്ട് ചെയ്യുന്നു. HI റെഡ് ഫോസ്ഫറസുമായി റിയാക്ട് ചെയ്യുമ്പോൾ N ഹെക്സൈന് കിട്ടുന്നു. അല്ലെ, HIയുമായുള്ള റിയാക്ഷൻ നിങ്ങൾക്കറിയാം. നിങ്ങൾ ഗ്ലൂക്കോസിൻ്റെ സ്ട്രക്ചറൽ എലൂസിഡേഷൻ, തുടക്കത്തിൽ ഗ്ലൂക്കോസിൻ്റെ സ്ട്രക്ചർ കണ്ടെത്താൻ വേണ്ടിയുള്ള ഞാൻ പറഞ്ഞല്ലോ 6 ടെസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ, 6 ഡാറ്റ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ആ ഡാറ്റ നോക്കിയാൽ കാണാൻ പറ്റും HIയുമായിട്ട് പ്രൊലോങ്ഡ് ഹീറ്റിംഗ് വിത്ത് HI പ്രൊഡ്യൂസ് N ഹെക്സൈൻ. അങ്ങനെ ഗ്ലൂക്കോസിനകത്ത് എന്തുണ്ട്, ഗ്ലൂക്കോസിൻ്റെ സ്ട്രക്ചറിൽ 6 കാർബൺസ് ഒരു ലിങ്ക്ഡ് ചെയിൻ, ഒരു 6 കാർബൺസ് ആർ ലിങ്ക്ഡ് ഇൻ എ സ്ട്രൈറ്റ് ചെയിൻ എന്ന് നമുക്ക് പറയുന്നത് അങ്ങനെയാണ്. പിന്നെ NH2OHയുമായി റിയാക്ട് ചെയ്തിട്ട് ഓസോസോൺ ഉണ്ടാവുന്നു. ഓസോസോൺ ഉണ്ടാവുന്നുള്ളത് ശരിക്കും ഓസോൺ ഉണ്ടാവുന്നുണ്ട്, പക്ഷേ NH2OHയുമായിട്ടുള്ള റിയാക്ഷൻ അല്ല. ഫിനൈൽ ഹൈഡ്രസീൻ എന്ന് പറയുന്ന NH2OHന് പകരം ഫിനൈൽ ഹൈഡ്രസീൻ എന്ന സംഭവം, ഫിനൈൽ ഹൈഡ്രസീൻ. NH2OHയുമായുള്ള റിയാക്ഷൻ എന്താണ്, നേരത്തെ കണ്ടല്ലോ, ഗ്ലൂക്കോസ് ഓക്സൈം ഉണ്ടാവുക. ഇതല്ല ശരി, ഗ്ലൂക്കോസ് ഓക്സൈം ഉണ്ടാകും, ഓക്സൈം ഓഫ് ഗ്ലൂക്കോസ് ഉണ്ടാകും. അപ്പോൾ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഓപ്ഷൻ ഏതാണ്, ഇവിടെ Q കിട്ടൂല, അത് Q കിട്ടില്ല ഉറപ്പാണ്. ഓക്കെ, ഓസോസോൺ ഉണ്ടാവുന്നൊരു കേസ് ഉണ്ട്. അത് നമുക്ക് നോർമലി നീറ്റിനും ചോദിച്ച് കാണാറില്ല, നീറ്റിന് ചോദിച്ച് കണ്ടിട്ടില്ല നമ്മൾ ഓസോസോണിൻ്റെ കേസ്. ഓസോൺ ഉണ്ടാകുന്നത് ഈ എക്സസ് ഫിനൈൽ ഹൈഡ്രസീൻ NH2NH
pH. ഇതാണ് ഫിനൈൽ ഹൈഡ്രസീൻ. അതുമായുള്ള റിയാക്ഷൻ, അതും എക്സസ് എമൗണ്ട് കൊടുക്കുമ്പോൾ C1C2 കാർബൺ എന്ത് ചെയ്യുന്നു, നമുക്ക് പിന്നെ ഉണ്ടാവുന്ന ഹൈഡ്രസീൻ എന്താവും, ഹൈഡ്രസോൺ ആയിട്ട് മാറും. ഹൈഡ്രസോൺ, അങ്ങനെ ഉണ്ടാകുന്ന ഹൈഡ്രസോണുകളാണ്. ഡൈഹൈഡ്രസോണുകൾ വിളിക്കുന്ന പേരാണ് ഓസോസോൺ എന്ന് പറയാം. ഓക്കെ പോട്ടെ, അത് വേണ്ട. അപ്പോൾ അതെന്തായാലും അതില്ല. പിന്നെ ബ്രോമിൻ വാട്ടറുമായി റിയാക്ട് ചെയ്യുമ്പോൾ ഗ്ലൂക്കോണിക് ആസിഡ് ഉണ്ടാവുന്നു, നമുക്കറിയുന്നതാണ് ഗ്ലൂക്കോണിക് ആസിഡ്. അപ്പോൾ ഗ്ലൂക്കോസിൻ്റെ ആ CHO ഗ്രൂപ്പ് മാത്രം COOH ആയിട്ട് മാറും. പിന്നെ HNO3 അത് സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റ് ആണ്. അപ്പോൾ ഏറ്റവും അവസാനത്തെ ഏറ്റവും താഴെയുള്ള CH2OH ഉണ്ട്, അത് പ്രൈമറി ആൽക്കോൾ ആണല്ലോ, അതും എന്താവും COH ആയിട്ട് മാറും. അപ്പോൾ മുകളിലും COH താഴെയും COH, അതിന് പറഞ്ഞ പേര് എന്താണ്, സക്കാറിക് ആസിഡ് എന്നാണ്. അപ്പോൾ ഇതൊക്കെ ശരിയാണ്. ഓക്കെ, അപ്പോൾ തെറ്റുള്ള കറക്റ്റ് അല്ലാത്ത ഇൻകറക്റ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് Q മാത്രമാണ്. ഓക്കെ, ഒരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്. സുക്രോസ് എങ്ങനെ ഉണ്ടാക്കുന്നു, ലാക്ടോസ് എങ്ങനെ ഉണ്ടാക്കുന്നു, മാൾട്ടോസ് എങ്ങനെ ഉണ്ടാക്കുന്നു. ഞാൻ പറഞ്ഞു ആദ്യം നമുക്ക് മാൾട്ടോസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്, രണ്ടും ആൽഫ ഗ്ലൂക്കോസുകൾ തമ്മിൽ, ആൽഫ ഡി ഗ്ലൂക്കോസ് അല്ലേ, ആൽഫ ഡി ഗ്ലൂക്കോസ്. അപ്പോൾ മാൾട്ടോസ് ശരിക്കും ഇതാണ്, C എന്ന് പറഞ്ഞതാണ് 3 തന്നെയാണ്. ഓക്കെ, സുക്രോസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്, ആൽഫ ഡി ഗ്ലൂക്കോസും ബീറ്റ ഡി ഫ്രക്ടോസും, ഇതാണ് സുക്രോസ്. ഓക്കെ, ലാക്ടോസ് ആണെങ്കിലോ ഗാലക്ടോസും ബീറ്റ ഡി അല്ലെ, രണ്ടും ബീറ്റയാണ്, ബീറ്റ ഒന്ന് ഗാലക്ടോസും, ഇങ്ങനെയായിരിക്കും. അപ്പൊ A എന്ന് പറഞ്ഞാൽ അത് 2, B എന്ന് പറഞ്ഞാൽ അത് 1, അങ്ങനെ വരാം. അപ്പോൾ A2 B1 C3, ഓപ്ഷൻ 3 ആണ് ആൻസർ വരിക. ക്ലിയർ ആണല്ലോ. നമുക്ക് അടുത്ത പോർഷനിലേക്ക് പോകാം. അമിനോ ആസിഡ് ആൻഡ് പ്രോട്ടീൻ എന്നുള്ളതാണ് അടുത്ത ഭാഗം. അടുത്ത ബയോമോളിക്യൂളിന്റെ ക്ലാസ് ഓഫ് ബയോമോളിക്യൂൾ അമിനോ ആസിഡ് ആൻഡ് പ്രോട്ടീൻ ആണ്. ഓക്കെ, ഇതിലിപ്പോൾ നമ്മൾ പറയേണ്ട കാര്യം എന്താ വെച്ചാൽ, അമിനോ ആസിഡ്സ് ആണ് മോണോമർ. അമിനോ ആസിഡ്സ് പോളിമറൈസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യും, പ്രോട്ടീൻ കിട്ടും, പ്രോട്ടീൻസ്. ഓക്കെ, അമിനോ ആസിഡിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ, അമിനോ ആസിഡിൽ ഒരു NH2 ഗ്രൂപ്പ് ഉണ്ടായിരിക്കും. ഓക്കെ, പിന്നെ ഒരു കാർബൺ, പിന്നെ അതിലേക്കൊരു COOH ഉണ്ടാകും, ഇതിലൊരു R, ഒരു സൈഡ് ചെയിൻ R ഉണ്ടാകും. ഈ R വ്യത്യാസപ്പെട്ടിരിക്കും ഓരോ അമിനോ ആസിഡിലും അല്ലെ. ഇവിടെ H ആകുമ്പോൾ നമ്മൾ അതിന് പറയുന്ന പേര് ഗ്ലൈസിൻ എന്നാണ്. ഓക്കെ, ഇത് CH3 നമ്മൾ പറയുന്ന പേര് അലാനിൻ എന്നാണ് അല്ലെ. ഇത് ഐസോപ്രോപ്പിൻ നമുക്ക് വാലിൻ എന്ന് പറയാം. ഓക്കെ, ഇവിടെ CH2OH ആവുമ്പോൾ നമ്മൾ പറയും സെറൈൻ എന്ന് പറയും. ഓക്കെ, ഇവിടെ CH2COOH ആണെങ്കിൽ നമ്മൾ പറയും അസ്പാർട്ടിക് ആസിഡ് എന്ന് പറയും. ഓക്കെ, വീണ്ടും രണ്ട് CH2COOH നമ്മൾ ഗ്ലൂട്ടാമിക് ആസിഡ് എന്ന് പറയും. ഓക്കെ, ഇവിടെ CH2 4 times NH2 പറയും ലൈസിൻ എന്ന് പറയും. ഓക്കെ, ഇങ്ങനെ ഒരുപാട് തരത്തിലുള്ള 20 അമിനോ ആസിഡ്സ് നമുക്ക് പറയാനുണ്ട്. ഇതിൽ ഔട്ട് ഓഫ് 20 10 എന്ന് പറഞ്ഞാൽ എസെൻഷ്യൽ ആണ്. എസെൻഷ്യൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ ഉണ്ടാക്കാത്ത, നമുക്ക് എസെൻഷ്യലി നമുക്ക് ഡയറ്റിലൂടെ കിട്ടേണ്ടതാണ്. ഓക്കെ, നോൺ എസെൻഷ്യൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡി സിന്തസ് ചെയ്യുന്ന അമിനോ ആസിഡ്സ് ആണ്. ഓക്കെ, ഇതിൽ തന്നെ നമുക്ക് ഈ പറഞ്ഞതിൽ കൂട്ടത്തിൽ നമുക്ക് ന്യൂട്രൽ, അതുപോലെ ന്യൂട്രൽ അമിനോ ആസിഡ് എന്ന് പറയും, പിന്നെ അസിഡിക് അമിനോ ആസിഡ് എന്ന് പറയും, ബേസിക് അമിനോ ആസിഡ് എന്ന് പറയും. ന്യൂട്രൽ എന്ന് പറഞ്ഞാൽ ഈ NH2-ൻ്റെയും COH-ൻ്റെയും എണ്ണം സെയിം ആയിരിക്കാം. ഓക്കെ, നമ്മൾ സാധാരണ നമ്മളെ പ്രോട്ടീൻ ഉണ്ടായതെല്ലാം ആൽഫ അമിനോ ആസിഡ് കൊണ്ടാണ്. ആൽഫ അമിനോ ആസിഡ് ആണ് ഇത് ആക്ച്വലി. ഇത് ആൽഫ അമിനോ ആസിഡ് ഉദ്ദേശിക്കുന്നത് COH നിൽക്കുന്ന സെയിം കാർബണിൽ തന്നെ എന്ത് ചെയ്യുന്നത്, NH2 വരുമ്പോൾ ആൽഫ എന്ന് പറയാം. ഓക്കെ, നമ്മൾ ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത് ആൽഫ അമിനോ ആസിഡ് കൊണ്ടാണ്. നമ്മുടെ പ്രോട്ടീൻസ് എല്ലാം ആൽഫ അമിനോ ആസിഡ് വഴി ഉണ്ടായതാണ്. സോ നമുക്കിങ്ങനെ പറയാൻ പറ്റും. നമുക്ക് പിന്നെ ന്യൂട്രൽ എന്ന് പറഞ്ഞാൽ അതാണ്, ഇത് സെയിം COH-ൻ്റെയും NH2 എണ്ണം സെയിം ആവുക. ഇനി നമുക്ക് പിന്നെ നമുക്ക് അസിഡിക് അമിനോ ആസിഡ് എന്ന് പറയാം. അസിഡിക് അമിനോ ആസിഡ് പറഞ്ഞാൽ COH-ൻ്റെ എണ്ണം കൂടുതലായിരിക്കും NH2-നേക്കാളും. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അസ്പാർട്ടിക് ആസിഡ്, അതുപോലെ ഗ്ലൂട്ടാമിക് ആസിഡ് ഒക്കെ ഇതിന് എക്സാമ്പിൾസ് ആണ്. ഓക്കെ, അതേപോലെ നമുക്ക് ബേസിക് അമിനോ ആസിഡ് പറയാൻ പറ്റും. അത് NH2-ൻ്റെ എണ്ണം കൂടുതലായിരിക്കും. ഓക്കെ, ലൈസിൻ, അതുപോലെ പിന്നെ ആർജിനിൻ, ഹിസ്റ്റിഡിൻ ഒക്കെ ഇതിൻ്റെ എക്സാമ്പിൾസിലാണ് നമ്മൾ പറയാം. ഓക്കെ, റൈറ്റ്. അപ്പോൾ ഇതൊക്കെയാണ് അമിനോ ആസിഡിനെ കുറിച്ച് പറയാം. പിന്നെ അമിനോ ആസിഡിന് എന്തുണ്ടായിരിക്കും, അമിനോ ആസിഡ് പിന്നെ അതിൻ്റെ പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി ആൻഡ് ക്വാട്ടർണറി ലെവൽ സ്ട്രക്ചർ പറയാൻ പറ്റും. പ്രൈമറി എന്ന് ഉദ്ദേശിക്കുന്നത് പിന്നെ അമിനോ ആസിഡിൻ്റെ പ്രോട്ടീൻ ഉണ്ടായതിൻ്റെ ശേഷമുള്ള കേസാണ്. ഓക്കെ, അതായത് പ്രോട്ടീൻ ഉണ്ടായിരുന്നു, അമിനോ ആസിഡ് എന്ത് ചെയ്യുന്നു, പ്രോട്ടീനായി മാറുന്നു. പ്രോട്ടീൻ്റെ സ്ട്രക്ചറിലാണ് കേട്ടോ നമ്മൾ പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി പറയാം. ഓക്കെ, ആ പ്രോട്ടീൻ എന്താകും, പ്രോട്ടീൻസ് നമുക്ക് പ്രൈമറി എന്ന് പറയണമെങ്കിൽ അമിനോ ആസിഡ് ഉണ്ടായ ആ ഒരു സീക്വൻഷ്യൽ ഓർഡർ ഓഫ് അമിനോ ആസിഡ് ഇൻ എ പ്രോട്ടീൻ ചെയിൻ ഈസ് കോൾഡ് പ്രൈമറി സ്ട്രക്ചർ. ഓക്കെ, അതായത് ഒരു പ്രോട്ടീൻ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും.
അല്ലെ? അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഓരോന്ന് എടുത്ത് ഇങ്ങനെ ഒരു ലീനിയർ ആയിട്ട് നമ്മൾ ഇതിനെ നോക്കിയാൽ ഒരുപാട് അമിനോ ആസിഡുകൾ കൂടി ചേർന്നായിരിക്കും ഉണ്ടാവും ഒരു സീക്വൻഷ്യൽ ഓർഡറിൽ. അതിനെ വിളിക്കുന്ന പേര് പ്രൈമറി പ്രോട്ടീൻ ആയിരിക്കും. ഓക്കെ, അത് വീണ്ടും ഫർദർ ഫോൾഡിങ് നടക്കുമ്പോൾ നമുക്ക് സെക്കൻഡറി പ്രോട്ടീൻ കിട്ടും. ഫർദർ ഫോൾഡിങ് ഓഫ് സെക്കൻഡറി റിസൾട്ട്സ് ടെർഷ്യറി പ്രോട്ടീൻ. ഈ ടെർഷ്യറി പ്രോട്ടീൻ്റെ വിത്ത് റെസ്പെക്ട് ടു ഈച്ച് അല്ലെ, പിന്നെ പോളിപെപ്റ്റൈഡ് സബ് യൂണിറ്റ്സിന്റെ ഒരു സ്പെഷ്യൽ അറേഞ്ച്മെന്റ് വിളിക്കുന്ന പേര് കോർണറി സ്ട്രക്ചർ എന്നായിരിക്കും. ഓക്കെ, ഇനി എങ്ങനെയാണ് പ്രോട്ടീൻസ് ഉണ്ടാവുന്നത്? അമിനോ ആസിഡ് കൂടി ചേർന്നാണ്. അമിനോ ആസിഡ് കൂടി ചേർന്നിട്ട് അല്ലെ ഈ തമ്മിലുള്ള ഒരു COOH എന്ന് പറയുന്ന പെപ്റ്റൈഡ് ലിങ്കേജ്, അല്ലെങ്കിൽ നമുക്കത് അമൈഡ് ലിങ്കേജ് ആണ്. ഈ അമൈഡ് ലിങ്കേജ് വഴി എന്ത് ചെയ്യുന്നു, പ്രോട്ടീൻസ് ഉണ്ടാവും. ഓക്കെ, പിന്നെ പ്രോട്ടീൻസിന്റെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് പ്രോട്ടീൻ്റെ ഡീനാച്ചുറേഷൻ ഓഫ് പ്രോട്ടീൻ പറയണം. ഡീനാച്ചുറേഷൻ ഉദ്ദേശിക്കുന്നത് പ്രോട്ടീൻ എന്തായിരിക്കും, ഒരു യുണീക്ക് സ്ട്രക്ചർ, ഒരു യുണീക്ക് ബയോളജിക്കൽ പ്രോപ്പർട്ടി ഉണ്ടായിരിക്കും. നമുക്കതിൻ്റെ സ്ട്രക്ചറിൽ എന്തെങ്കിലും വ്യത്യാസം വന്നാൽ അതെന്ത് ചെയ്യും, അതിൻ്റെ ബയോളജിക്കൽ ആക്ടിവിറ്റിയെ എന്ത് ചെയ്യും, അത് ബാധിക്കും. ഇങ്ങനെ ഈ ഡിസ്ട്രക്ഷൻ ഓഫ് സെക്കൻഡറി ആൻഡ് ടെർഷ്യറി സ്ട്രക്ചർ ഓഫ് പ്രോട്ടീനെ വിളിക്കുന്ന പേരാണ് ബൈ കെമിക്കൽ ഓർ ഫിസിക്കൽ ഡിസ്റ്റർബൻസ്. ഇതിനെ പറയുന്ന പേരാണ് ആക്ച്വലി ഡീനാച്ചുറേഷൻ എന്ന് പറയാം. നമ്മൾ കൊയാഗുലേഷൻ ഓഫ് എഗ് വൈറ്റ്, ബോയിലിംഗ് ഓഫ് എഗ് ഉണ്ടല്ലോ, അത് നമ്മൾ പ്രോട്ടീൻ്റെ ഡീനാച്ചുറേഷൻ ആണ് പറയാം. അതുപോലെ കേർഡിങ് ഓഫ് മിൽക്ക് ഡീനാച്ചുറേഷൻ പ്രോസസ്സാണ്. ഓക്കെ, ഇതൊക്കെയാണ് നമുക്ക് ആ ഒരു ഭാഗത്ത് പഠിക്കാനുള്ളത്. ഓക്കെ, നമുക്ക് ഇതിലെ ക്വസ്റ്റ്യൻസ് ഒന്ന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ് എന്നാണ് ക്വസ്റ്റ്യൻ. നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ് ആരാണ്? അപ്പോൾ സാധാരണയായിട്ട് പല ട്രിക്കുകൾ സാധാരണ കുട്ടികൾ ഉപയോഗിക്കാറുണ്ട്. നിങ്ങൾക്ക് അറിയുന്നൊരു ട്രിക്ക് നിങ്ങൾ എന്ത് ചെയ്യണം, എസെൻഷ്യലോ നോൺ എസെൻഷ്യലോ പഠിച്ചു വെക്കാൻ വേണ്ടി ഉപയോഗിക്കണം. ഓക്കെ, ഇപ്പോൾ ഞാനിങ്ങനെ ഒരു ഒരു ആളുടെ പേര്, ഒരു ഹാലിം VP, ഒരു ചുമ്മാ ഒരു പേര് എഴുതാണ്, ഹാലിം VP എന്നൊരു പേര്. ഓക്കെ, അത് ഓരോ അമിനോ ആസിഡ് പേരാണ്. ഓക്കെ, ഇത് ത്രയോണിൻ, ഓക്കെ, ട്രിപ്റ്റോഫാൻ, അതുപോലെ ഹിസ്റ്റിഡിൻ, ആർജിനിൻ, ലൈസിൻ, ലൂസിൻ, ഐസോലൂസിൻ, മെത്തയോണിൻ, വാലിൻ, അതുപോലെ ഫിനൈൽ അലാനിൻ. ഓക്കെ, ഇതൊക്കെ എന്താണ്, അമിനോ ആസിഡാണ്. ഇതെല്ലാം എസെൻഷ്യൽ അമിനോ ആസിഡാണ്. അപ്പോൾ ഇതിൽ വാലിൻ വരുന്നുണ്ട്, മെത്തയോണിൻ വരുന്നുണ്ട്, ലൈസിൻ വരുന്നുണ്ട്. ഇതിൽ അലാനിൻ മാത്രമില്ല. അതുകൊണ്ട് അലാനിൻ ആണ് എന്ത്, നോൺ എസെൻഷ്യൽ. ഓക്കെ, അപ്പോൾ ആൻസർ എന്താണ്, നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ്. ഇവിടെ അലാനിനാണ്. അലാനിൻ നിങ്ങൾ എന്തെങ്കിലും ഒരു ട്രിക്ക് നിങ്ങൾ പഠിച്ചിരിക്കുന്നത് നന്നായിരിക്കും. ഓക്കെ, ദ ഹെലിക്കൽ സ്ട്രക്ചർ ഓഫ് പ്രോട്ടീൻ സ്റ്റെബിലൈസ്ഡ് ബൈ. ഓക്കെ, പ്രോട്ടീൻ്റെ ഹെലിക്കൽ സ്ട്രക്ചർ ഉണ്ട്. ആൽഫ ഹെലിക്സ് സ്ട്രക്ചറിൽ ഇങ്ങനെ വരുന്നുണ്ട് അല്ലേ, നിങ്ങൾക്ക് അറിയുണ്ടാവും. അതെങ്ങനെയാണ് സ്റ്റെബിലൈസ് ചെയ്യുന്നത്? സ്റ്റെബിലൈസ് ചെയ്യുന്നത് തമ്മിൽ ഇങ്ങനെ ഈ ഹെലിക്സിൻ്റെ ഈ ടേൺസ് ഒക്കെ സ്റ്റെബിലൈസ് ചെയ്യപ്പെടുന്നത് എന്താണ്, ശരിക്കും പറഞ്ഞാൽ അവിടെ എന്തുണ്ടായിരിക്കും, ഇവിടെ ഒരു COയും ഇപ്പുറത്തൊരു NH തമ്മിൽ എന്തുണ്ടാവും, ദർ ഈസ് ഹൈഡ്രജൻ ബോണ്ടിങ് അല്ലെ, ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ടായിരിക്കും അവിടെ. ദർ ഈസ് ഹൈഡ്രജൻ ബോണ്ടിങ്. ഈ ഹൈഡ്രജൻ ബോണ്ടിങ് വഴിയാണ് എന്ത് ചെയ്യുന്നത്, അവിടെ സ്റ്റെബിലൈസ് ചെയ്യപ്പെടുന്നതാണ്. അപ്പോൾ ആൻസർ എന്തായിരിക്കണം, ഡൈപെപ്റ്റൈഡ് ബോണ്ട് അല്ല കേട്ടോ. ഡൈപെപ്റ്റൈഡ് എന്ന് പറഞ്ഞാൽ അമിനോ ആസിഡ് പരസ്പരം കൂടി ചേർന്ന് പ്രോട്ടീൻ ഉണ്ടായ ഡൈപെപ്റ്റൈഡ് ബോണ്ടാണ്. അതെന്താണ്, അത് സാധാരണ കൊവാലന്റ് ബോണ്ടാണ്, ഡൈപെപ്റ്റൈഡ് ബോണ്ട് എന്ന് പറഞ്ഞാൽ. എന്നാൽ സ്റ്റെബിലൈസേഷൻ, ഹെലിക്കൽ സ്ട്രക്ചർ ഇങ്ങനെ സ്റ്റെബിലൈസ് നിൽക്കുന്നത് ഹൈഡ്രജൻ ബോണ്ടിങ് വഴിയാണ്. ഹൈഡ്രജൻ ബോണ്ടിങ് ആണ് നമ്മൾ ആൻസർ കൊടുക്കുക, ഹൈഡ്രജൻ ബോണ്ടിങ്. ഓക്കെ, അല്ലാതെ ഡൈപെപ്റ്റൈഡ് ബോണ്ട്സ്നോ അല്ലെങ്കിൽ പെപ്റ്റൈഡ് ബോണ്ടിനോ ഒന്നും അല്ല നമ്മൾ പറയാം. ഓക്കെ, റൈറ്റ്. ആൽഫ ഹെലിക്സ് അല്ലേ, നമ്മൾ അമിനോ ആസിഡ് കൂടി ചേർന്ന് ഈ ബോണ്ടിനെ വിളിക്കുന്ന പേര് എന്ത് നേരത്തെ പറഞ്ഞല്ലോ, അത് പെപ്റ്റൈഡ് ബോണ്ട് എന്ന് വിളിക്കുക. അത് പെപ്റ്റൈഡ് ബോണ്ടാണ്, പക്ഷെ അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആൽഫ ഹെലിക്സ് സ്ട്രക്ചർ റെഫേഴ്സ് ടു അല്ലെ സെക്കൻഡറി സ്ട്രക്ചറിനാണ് ആൽഫ സ്ട്രക്ചർ. സെക്കൻഡറി സ്ട്രക്ചറാണ് ആക്ച്വലി എന്ത്, ആൽഫ. ഓക്കെ, പ്രൈമറി സ്ട്രക്ചർ ഓഫ് പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ സീക്വൻഷ്യൽ ഓർഡർ ഓഫ് അമിനോ ആസിഡ് ഇൻ എ പ്രോട്ടീൻ ചെയിൻ. ഓക്കെ, ഞാൻ പറഞ്ഞു നേരത്തെ. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സ്ട്രക്ചേഴ്സ് റെപ്രസെന്റ് ദ പെപ്റ്റൈഡ് ചെയിൻ? താഴെ പറയുന്നതിൽ പെപ്റ്റൈഡ് ചെയിൻ ഏതാണെന്നാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ പെപ്റ്റൈഡ് ചെയിൻ ശരിക്കും ഒരു ഡൈപെപ്റ്റൈഡ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ NH2 CHR COOH പ്ലസ് NH2 CHR COOH അത് പരസ്പരം ജോയിൻ ചെയ്യുമ്പോൾ ഈ CO ഇവിടുത്തെ OH ഇവിടുത്തെ H കൂടി ചേർന്നുണ്ടാകും. ഇതെന്തായിട്ട് മാറുന്നുണ്ട്, ഇത് ഇവിടെ C O പിന്നെ അപ്പുറത്ത് NH ഇങ്ങനെയായിട്ട് മാറുന്നുണ്ട്. ഈ ബോണ്ടാണ് ആക്ച്വലി പെപ്റ്റൈഡ് ബോണ്ടിങ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു ഓർഡർ നോക്കുകയാണെങ്കിൽ പിന്നെ ഇങ്ങോട്ട് ഇതിപ്പോൾ ഡൈപെപ്റ്റൈഡ് ആണ്. രണ്ട് അമിനോ ആസിഡ് കൂടിച്ചേർന്നുണ്ടാകുന്ന പെപ്റ്റൈഡിനെ വിളിക്കുന്ന ഒരു ഡൈപെപ്റ്റൈഡ് എന്ന് പറയാം, ഡൈപെപ്റ്റൈഡ്. ഓക്കെ, ഇതിങ്ങനെ ഈ ഇവിടുന്ന് എന്തായിരിക്കും, ഇവിടെ NH ഉണ്ടാവുള്ളൂ, ഇവിടെ അപ്പുറത്ത് ഉണ്ടാവും CO എന്നുണ്ടാകും, ഇപ്പുറത്ത് നിന്ന് CO എന്നുണ്ടാവും, അപ്പുറത്ത് NH ഉണ്ടാവും.
എന്നാൽ ശരിക്കും ഒരു സി പിന്നെ സി ഡബിൾ ബോൺ ഒ പിന്നെ NH എഗെയിൻ സി വീണ്ടും സി ഡബിൾ ബോൺ ഒ NH വീണ്ടും ഇങ്ങനെ പോകും അല്ലെ. ഒരു കാർബൺ പിന്നെ CONH പിന്നെ കാർബൺ പിന്നെ CONH ഇങ്ങനെ ഉണ്ടാവാം. ഇതാണ് റിപ്പീറ്റേഷൻ. ഓക്കെ, ഒരു ആൽഫ കാർബൺ അതിൽ വ്യത്യസ്തമായ ഗ്രൂപ്പുകൾ ഉണ്ടായിരിക്കും, അത് നമ്മൾ നോക്കണ്ട. ഓക്കെ, അപ്പോൾ ഇവിടെ ഇങ്ങനത്തെ ഒരു CONH ഇപ്പോൾ ഇവിടെ കണ്ടോ, ഇവിടെ കണ്ടോ CONH വീണ്ടും CONH CONH. അപ്പോൾ ശരിക്കും അതിൻ്റെ ഓർഡർ കിട്ടുന്നത് ഓപ്ഷൻ ഇവിടെ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻ സിയിൽ മാത്രമാണ്, വേറെ എവിടെ അതില്ല. ഓക്കെ, ഇവിടെ നോക്കൂ, ഇവിടെ NHCO പിന്നെ NH വീണ്ടും NH വരുന്നുണ്ട്, പറ്റൂല. ഓക്കെ, NHCO പിന്നെ CCC അങ്ങനെ 3 C വരുന്ന കേസല്ല. ഓക്കെ, NHCC പറ്റൂല. അപ്പോൾ എന്താണ് നമുക്ക് വേണ്ടത്, എന്താണ് CONH വീണ്ടും CONH ആ രൂപത്തിൽ വരുന്നതാണ് ഇതിന്റെ കറക്റ്റ് ഫോർമുലേറ്റ്. ഓക്കെ, റൈറ്റ്. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് മൂവ് ചെയ്യാം. ഡ്യൂറിങ് ദ ഡീനാച്ചുറേഷൻ ഓഫ് പ്രോട്ടീൻ വിച്ച് ഓഫ് ദീസ് സ്ട്രക്ചേഴ്സ് വിൽ റിമെയിൻ ഇൻടാക്ട്? കേടുകൂടാതെ ഇൻടാക്റ്റ് ആയിട്ടുള്ള ഒന്നും ഡിസ്ട്രക്ഷൻ സംഭവിക്കാത്തത് ആർക്കാണ് എന്നാണ്. ഡ്യൂറിങ് ഡീനാച്ചുറേഷൻ സെക്കൻഡറി ആൻഡ് ടെർഷറി സ്ട്രക്ചർ ഓഫ് പ്രോട്ടീൻ ആർ ഡിസ്ട്രോയിഡ്. നിർബന്ധമായി എന്ത് ചെയ്യും, അത് രണ്ടും ഇല്ലാതെയാവും, അതിനെന്തുണ്ടാവും, ചേഞ്ച് വരും. ബട്ട് പ്രൈമറി റിമെയിൻസ് ദി സെയിം അല്ലേ, ഇൻടാക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ കേടുകൂടാതെ എന്ത് ചെയ്യും, പ്രൈമറിക്ക് ഒരു മാറ്റം സംഭവിക്കുന്നില്ല എന്നാണ്. അപ്പോൾ വിച്ച് ഓഫ് ദ അല്ലേ ക്വസ്റ്റ്യൻ എന്താണ്, വിച്ച് ഓഫ് ദി സ്ട്രക്ചേഴ്സ് വിൽ റിമെയിൻ ഇൻടാക്ട്, അത് എന്തായിരിക്കും, അത് പ്രൈമറി സ്ട്രക്ചർ ആയിരിക്കും. ഓപ്ഷൻ എ. നമ്മൾ ന്യൂക്ലിക് ആസിഡിലേക്ക് വന്നാൽ, ന്യൂക്ലിക് ആസിഡിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാം. ന്യൂക്ലിക് ആസിഡിന്റെ അല്ലേ, ന്യൂക്ലിക് ആസിഡിനെ ശരിക്കും പോളി ന്യൂക്ലിയോടൈഡിനെ ആണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ന്യൂക്ലിക് ആസിഡ് വിളിക്കുന്നത്. ന്യൂക്ലിയോടൈഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും, 3 ഭാഗമുണ്ട്. ഒരു ഷുഗർ പാർട്ട് ഉണ്ടായിരിക്കും അല്ലേ, ഒരു ഷുഗർ പാർട്ട്, ഷുഗറിൽ എന്തുണ്ടായിരിക്കും, ഒരു ബേസ് ഉണ്ടായിരിക്കും. ഷുഗർ ഒരു ഫോസ്ഫേറ്റിനോട് ജോയിൻ ചെയ്തിട്ടുണ്ടാകും അല്ലേ, അത് വീണ്ടും അടുത്ത ഷുഗർ പിന്നെ വീണ്ടും ബേസ്, ഇങ്ങനെ അല്ലേ, ഷുഗർ ബേസ് ഫോസ്ഫേറ്റ് അല്ലേ, ഇങ്ങനെ ഒരു ഭാഗം, ഇത് N ടൈംസ് ഇങ്ങനെ പോകും. അതിൽ 3 പാർട്ട് ഉണ്ടാവുക, ഒരു ഫോസ്ഫേറ്റ്, ഷുഗർ പിന്നെ ഒരു ബേസ്. ഈ ഷുഗറും ബേസും ഫോസ്ഫേറ്റും തമ്മിൽ എന്തുണ്ടാവില്ല, കണക്ഷൻ ഉണ്ടാവില്ല. ഓക്കെ, ഇതാണ് ന്യൂക്ലിക് ആസിഡ്. ഇത് ന്യൂക്ലിയോടൈഡ് ആണ് ആക്ച്വലി. ഇതിന്റെ പോളി ന്യൂക്ലിയോടൈഡ്, ഇതിന്റെ പോളിമർ ഫോം ഓഫ് ന്യൂക്ലിയോടൈഡിനാണ് നമ്മൾ ന്യൂക്ലിക് ആസിഡ് എന്ന് വിളിക്കുക. നമ്മളെ ഹെറിഡിറ്റിക്ക് റെസ്പോൺസിബിൾ ആയിട്ടുള്ളതാണ് ആക്ച്വലി നമ്മളെ ക്രോമസോമിനകത്തുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബയോമോളിക്കുലാണ് ന്യൂക്ലിക് ആസിഡ്. റൈറ്റ്. സോ അതിലെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്, നമുക്ക് നോക്കാം. ഇൻ DNA the linkage between different nitrogenous base തമ്മിൽ ഉണ്ടാവുന്ന കണക്ഷൻ ആരാണെന്നാണ്. നമ്മുടെ DNA-ൽ ആദ്യം മനസ്സിലാക്കേണ്ട പോയിന്റ്, DNA-ൽ ഈ ന്യൂക്ലിയോടൈഡ് തമ്മിൽ ഉണ്ടാകുന്നത് ഫോസ്ഫോ ഡൈഎസ്റ്റർ ലിങ്കേജ് ആണ്. ഫോസ്ഫോ ഡൈഎസ്റ്റർ ലിങ്കേജ് ആണ് ആക്ച്വലി ഉണ്ടാവുക. ഇവിടെ നമ്മളെ ഇവർ തമ്മിൽ പിന്നെ ന്യൂക്ലിയോടൈഡുകൾ തമ്മിൽ എന്ത് ചെയ്യുന്നു, ഫോസ്ഫോ ഡൈഎസ്റ്റർ ലിങ്കേജ് വഴിയാണ് ഉണ്ടാവുന്നത്. പക്ഷേ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് നൈട്രോജീനിയസ് ബേസ് തമ്മിലാണ്. ഓക്കെ, നമുക്കറിയാം അഡിനിൻ അല്ലെ, നമുക്ക് പഠിച്ചിട്ടുണ്ടായിരിക്കും. അഡിനിനും തൈമിനും തമ്മിൽ ഒരു ഹൈഡ്രജൻ ബോണ്ടിങ് അങ്ങോട്ടും ഒരു ഹൈഡ്രജൻ ബോണ്ടിങ് ഇങ്ങോട്ടും അല്ലെ. ഗ്വാനിനും അതുപോലെ സൈറ്റോസിനും തമ്മിൽ 2 ഹൈഡ്രജൻ ബോണ്ടിങ് ഗ്വാൻ അങ്ങോട്ട് ഉണ്ടാക്കുന്നു, ഒരു ഹൈഡ്രജൻ ബോണ്ടിങ് ഇങ്ങോട്ട് ഉണ്ടാക്കുന്നു. ഇതിലിപ്പോൾ ഗ്വാനിന് മാത്രം 2 ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ടാവും, ബാക്കി എല്ലാവർക്കും 1 ഈച്ച്. ഓക്കെ, ഇത് 2 ഹൈഡ്രജൻ ബോണ്ടിങ്, ഇത് 3 ഹൈഡ്രജൻ ബോണ്ടിങ്, ശരിയല്ലേ? ഓക്കെ, അപ്പോൾ ഹൈഡ്രജൻ ബോണ്ടിങ് തമ്മിലാണ് ഉണ്ടാവുന്നത്. മനസ്സിലുണ്ടോ? ഹൈഡ്രജൻ ബോണ്ടിങ് വളരെ സിമ്പിൾ അല്ല, നമ്മളെ ലൈഫുമായി ബന്ധപ്പെട്ട വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഹൈഡ്രജൻ ബോണ്ടിങ്, മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ഹൈഡ്രജൻ ബോണ്ടിങ് ആണ് ആൻസർ. ഓക്കെ, റൈറ്റ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ചാർജ് ഓഫ് റൂളിനെ കുറിച്ചാണ്. നോക്കുക, ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. ചാർജ് ഓഫ് റൂളിനെ കുറിച്ചൊരു ക്വസ്റ്റ്യൻ. എന്താണ് ചാർജ് ഓഫ് റൂൾ പറയുന്നതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ചാർജ് ഓഫ് റൂൾ നമ്മൾ സാധാരണ നമ്മുടെ NCERT കൃത്യമായി അങ്ങനെ പേരൊന്നും പറഞ്ഞിട്ടില്ല, പക്ഷെ നമുക്ക് അറിയേണ്ട ഒരു പോയിന്റ് ആണ്. അതായത് നമുക്ക് അഡിനിൻ്റെ എണ്ണത്തിന് അത്രയും എണ്ണം തൈമിനുണ്ടായിരിക്കും, ഗോനിൻ്റെ അത്രയും എണ്ണം സൈറ്റോസിനുണ്ടായിരിക്കും. ഇതാണ് സത്യത്തിൽ എന്ത് ചാർജ് ഓഫ് പറയുന്നത്. എന്നാൽ ശരിക്കും നമുക്ക് വേണമെങ്കിൽ A/T is equal to G/C equals 1 എന്ന് വേണമെങ്കിൽ എന്ത് ചെയ്യാം, അങ്ങനെ വേണമെങ്കിൽ എഴുതിയാലും കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണം, നമ്മൾ പറയുമ്പോൾ ഇതിൻ്റെ എമൗണ്ട് ഓഫ് അഡിനിൻ
is equal to that of thymine and the amount of guanine is equal to that of cytosine. Option B ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ളത്. ഓക്കെ, ഒരു പക്ഷേ നിങ്ങൾ ബയോളജിയിലൊക്കെ ഒരു പക്ഷേ ചാർജ് ഓഫ് കുറിച്ച് കൂടുതൽ അറിഞ്ഞിട്ടുണ്ടാവും ഞാൻ വിചാരിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അടുത്ത ക്വസ്റ്റ്യന് ഇങ്ങനെ പ്യൂരിൻസ് ആർ എന്നൊരു ക്വസ്റ്റ്യൻ. പ്യൂരിൻസ് എന്ന് പറഞ്ഞാൽ ശരിക്കും അഡിനിൻ ആൻഡ് ഗ്വാനിൻ, അഡിനിൻ ആൻഡ് തൈമിൻ, സൈറ്റോസിൻ ആൻഡ് തൈമിൻ, സൈറ്റോസിൻ ഗ്വാനിൻ അല്ലേ. നമുക്കറിയാം, നമുക്ക് ഈ പിന്നെ ന്യൂക്ലിയോടൈഡിനെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ, 3 ഭാഗം ഉണ്ടെന്ന് പറഞ്ഞു. അല്ല, ഒരു ഭാഗമാണ് ഷുഗർ, റൈബോസ് ആണ് ഷുഗർ. ഓക്കെ, റൈബോസ്. ഓക്കെ, റൈബോസിന്റെ സ്ട്രക്ചർ ഇങ്ങനെ CHO, HOH, 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 താഴെ CH2OH. റൈബോസ് ഒരു ആൾഡോപെൻഡോസ് ആണ്, 5 കാർബൺ ഉണ്ട്, ആൽഡിഹൈഡ് ഫംഗ്ഷൻ ഗ്രൂപ്പ് ഉണ്ട്. ഇത് ഓപ്പൺ ചെയിൻ സ്ട്രക്ചറാണ്. ഇതിന്റെ ആൽഫ സ്ട്രക്ചറും ബീറ്റ സ്ട്രക്ചറൊക്കെ, ആൽഫ റൈബോസും ബീറ്റ റൈബോസും ഒക്കെ വരക്കണം. അതിൽ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട പോയിന്റ് ബീറ്റ ഡിയോക്സി റൈബോസ്, ബീറ്റ രണ്ടും ബീറ്റ തന്നെയാണ്. DNA-ലും RNA-ലും എന്താണ് പിന്നെ ബീറ്റ റൈബോസ് ആണ്. DNA-ൽ ഉണ്ടാവുക ബീറ്റ 2 ഡിയോക്സി റൈബോസ് ആണ്. എന്ന് പറഞ്ഞാൽ സെക്കൻഡ് പൊസിഷനിലുള്ള ഒരു OH-ല് ഓക്സിജൻ റിമൂവ് ചെയ്തിരിക്കുന്ന അവസ്ഥയാണ് DNA-ലുള്ള ബീറ്റ 2 ഡിയോക്സി റൈബോസ് ആണ് അവിടുത്തെ ഷുഗർ. ഓക്കെ, പിന്നുള്ളത് പ്യൂരിൻസ് ആൻഡ് പിരമിഡിൻസ് ആണ്. അത് പിന്നെ അതിന്റെ ബേസ് നൈട്രൻ ബേസ് ഞാൻ പറഞ്ഞല്ലോ, അതിനകത്ത് 2 തരത്തിലാണ് നൈട്രൻ ബേസ് ഉണ്ടാവുക, ഒന്ന് പ്യൂരിൻ, ഒന്ന് പിരിമിഡിൻ. ഓക്കെ, അപ്പൊ ഈ പ്യൂരിൻ റിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ അഡിനിനും ഗ്വാനിനും ആക്ച്വലി ആരാണ്? പ്യൂരിൻസ് ആണ്. ബാക്കിയുള്ളവരൊക്കെ എന്താണ്? പിരിമിഡിൻസ് ആണ്. ഓക്കെ, റൈറ്റ്. ഇവിടെ കൊടുത്തിരിക്കുന്ന ആൻസറിൽ രണ്ടും അഡിനിനും ഗ്വാനിനും ആണ് പ്യൂരിൻസ് ആയിട്ട് ഉണ്ടാവുക. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യന് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് RNA ആൻഡ് DNA എന്നാണ് റെസ്പെക്റ്റീവ്ലി. ദ ഷുഗർ കമ്പോണന്റ് ഇൻ RNA is arabinose and sugar component DNA is 2 deoxy ribose. അല്ല, അറബിനോസ് അല്ല അല്ലെ, ആരാണ്? RNA-ലും ബീറ്റ റൈബോസ് തന്നെയാണ്. ഓക്കെ, ദ ഷുഗർ കമ്പോണന്റ് RNA is ribose and the sugar component DNA 2 deoxy ribose. അത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്, ശരിയല്ലേ? ഓക്കെ, അറബിനോസ് അല്ല, റൈബോസ് ആണ്, റൈബോസ്. ഓക്കെ, ഓപ്ഷൻ ബി ആണ് നമ്മൾ ആൻസർ വരിക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഇസ് ഇൻകറക്റ്റ് അബൌട്ട് എൻസൈം എന്നാണ്. എൻസൈം കാറ്റാലിസിസ്, എൻസൈമിനെ കുറിച്ചൊരു ക്വസ്റ്റ്യൻ ഇടയ്ക്ക് വന്നതാണ്. ഓക്കെ, എൻസൈംസ് ആർ മോസ്റ്റ്ലി പ്രോട്ടീനസ് നേച്ചർ, കറക്റ്റ് ആണ്. അപ്പം എൻസൈംസ് ആക്ഷൻ ഇസ് ഭയങ്കര സ്പെസിഫിക് ആണ്. ലോക്ക് ആൻഡ് കീ മെത്തേഡൊക്കെ പറയാറുണ്ടല്ലോ. എൻസൈംസ് ആർ ഡീനാച്ചർഡ് ബൈ അൾട്രാവയലറ്റ് റേസ് ആൻഡ് അറ്റ് ഹൈ ടെമ്പറേച്ചർ. ഓക്കെ, അത് കറക്റ്റ് ആണ്. ടെമ്പറേച്ചർ ഉപയോഗിച്ചിട്ട് ഹൈ ടെമ്പറേച്ചർ അല്ലെങ്കിൽ പിന്നെ UV ലൈറ്റ് ഉപയോഗിച്ചിട്ട് ഡീനാച്ചർ സംഭവിക്കും. ഓക്കെ, എൻസൈംസ് ആർ ലീസ്റ്റ് റിയാക്റ്റീവ് അറ്റ് ഒപ്റ്റിമം ടെമ്പറേച്ചർ, അതാണ് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, അത് മോസ്റ്റ് റിയാക്റ്റീവ് എന്നാണ് ശരിക്കും പറയേണ്ടത്. ഒപ്റ്റിമം ടെമ്പറേച്ചർ, അതിൻ്റെ ഒപ്റ്റിമം ടെമ്പറേച്ചറിൽ മോസ്റ്റ് റിയാക്റ്റീവ് ആയിരിക്കും എൻസൈംസ് എന്നാണ്. ഓക്കെ, എൻസൈംസ് പറഞ്ഞാൽ ശരിക്കും ബയോളജിക്കൽ കറ്റാലിസിസ് ആണ് നടത്തുക. റൈറ്റ്. RNA and DNA are chiral molecules. Their chirality is due to. RNA-ക്കും DNA-ക്കും കൈറാലിറ്റി വരാനുള്ള കാരണം അതിൻ്റെ പിന്നെ ഷുഗർ കമ്പൗണ്ട് ഉപയോഗിച്ചാണ്. ഷുഗർ അല്ലേ, നമ്മൾ നാച്ചുറലി ഒക്കറിങ് ആയിട്ടുള്ള ഷുഗർ എല്ലാം എൽ ഷുഗേഴ്സ് ആയിരിക്കും. ഷുഗേഴ്സ് D ഷുഗേഴ്സ് ആയിരിക്കും. ഏതായിരിക്കും? D. ഷുഗർ ഒക്കെ എന്തായിരിക്കും? D. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, D ഷുഗേഴ്സ് ആയിരിക്കും. അപ്പോൾ ആൻസർ എന്താണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. ഓക്കെ, എൽ അമിനോ ആസിഡ്, നാച്ചുറൽ ഒക്കറിങ് അമിനോ ആസിഡ് എൽ ആണ്, നാച്ചുറൽ ഒക്കറിങ് ഷുഗർ എന്താണ്? D ആണ്. അപ്പോൾ റൈബോസിന് കിട്ടുന്ന കൈറാലിറ്റി ആണ് സത്യത്തിൽ എന്ത് ചെയ്യണത്? ഈ പറയുന്ന DNA-ക്കും RNA-ക്കും കൈറാലിറ്റി കൊടുക്കണം. അത് എവിടെ നിന്നല്ല, ബേസിൽ നിന്നോ അല്ലെങ്കിൽ ഫോസ്ഫേറ്റിൽ നിന്നല്ല. റൈറ്റ്. സോ ആൻസർ ഓപ്ഷൻ സി എന്നാണ് ആൻസർ. അടുത്ത ക്വസ്റ്റിന് ഒരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്. പിന്നെ ഇവിടെ ഐസോലൂസിൻ, നമ്മൾ പിന്നെ ഇത് DNA RNA മാത്രമല്ല മറ്റേതിന് മുമ്പുള്ള കേസൊക്കെ വരുന്നുണ്ട്, നിങ്ങൾ നോക്കാം. ഐസോലൂസിൻ എന്ന് പറഞ്ഞാൽ ശരിക്കും ആരാണ്? ഐസോലൂസിൻ എന്ന് പറഞ്ഞാൽ ശരിക്കും അമിനോ ആസിഡ് ആണ്. ഐസോലൂസിൻ ഈസ് ആൻ അമിനോ ആസിഡ്. അപ്പൊ എ എന്ന് പറഞ്ഞാൽ അത് ക്യൂ ആണ്. ക്യൂ. ഓക്സി അല്ലേ, ഓക്സിഡോ റിഡക്റ്റേസ് എന്നല്ലേ ഇത് വായിക്കുക? ഓക്സിഡോ റിഡക്റ്റേസ്. ഈ ഓക്സിഡോ റിഡക്റ്റേസ് എന്ന് പറഞ്ഞാൽ എയ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്നും അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാം. എയ്സ് എന്ന് പറഞ്ഞാൽ അവസാനം മാൾട്ടേസ് എന്ന് പറഞ്ഞാൽ മാൾട്ടോസിൽ ആക്ട് ചെയ്യുന്ന എൻസൈം ആയിരിക്കും. എൻസൈം. അപ്പോൾ ഓക്സിഡോ റിഡക്റ്റേസ് എന്ന് പറഞ്ഞാൽ എൻസൈം ആയിരിക്കും. എൻസൈം. അപ്പോൾ എന്തായിരിക്കും ഉണ്ടാവുക? ബി എന്ന് പറഞ്ഞാൽ അതെന്താണ്? ക്യൂ. ബി ക്യൂ അല്ല, ബി ക്യൂ അല്ലല്ലോ, ബി പി അല്ലേ? ബി പി.
ഓക്കെ, AQBP. ആൻസർ ഓപ്ഷൻ E തന്നെ ആയിരിക്കും അല്ലേ? AQBP വേറെ ഇരുന്നില്ലല്ലോ, ഇല്ല. പിരിഡോക്സിൻ. പിരിഡോക്സിന്റെ ശരിക്കും വിറ്റാമിൻ B6 പറയുന്ന പേരാണ്, വിറ്റാമിൻ ആണത്. ഓക്കെ, CR. DNA എന്ന് പറഞ്ഞാൽ ന്യൂക്ലിക് ആസിഡ്. അപ്പോൾ കറക്റ്റ് ആണ്, ഓപ്ഷൻ A ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഐഡന്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ലാക്ടോസ് ഡു നോട്ട് ഷോസ് മ്യൂട്ടാ റൊട്ടേഷൻ. ഈ മ്യൂട്ടാ റൊട്ടേഷൻ ഉദ്ദേശിക്കുന്നത് ചില ഷുഗേഴ്സിന്, ചില ഷുഗർ, ഇപ്പോൾ എല്ലാ ഷുഗേഴ്സും അല്ല, ഈ റെഡ്യൂസിങ് ഷുഗേഴ്സ് ആണ് കാണിക്കുക. അപ്പോൾ നിങ്ങൾ റെഡ്യൂസിങ് ഷുഗർ ആണ് ചെക്ക് ചെയ്താൽ മതി അല്ലേ? റെഡ്യൂസിങ് ഷുഗേഴ്സ് എക്സിബിറ്റ് മ്യൂട്ടാ റൊട്ടേഷൻ. അപ്പോൾ അതിനെന്താ വെച്ചാൽ അതിൻ്റെ റൊട്ടേഷൻ എന്ത് ചെയ്യും, അതിൻ്റെ ഓപ്റ്റിക്കൽ റൊട്ടേഷൻ ചേഞ്ച് ആവും വിത്ത് ടൈം. കുറച്ച് സമയം വെച്ചാൽ എന്ത് ചെയ്യും, ഓപ്റ്റിക്കൽ റൊട്ടേഷൻ, അതിൻ്റെ സ്പെസിഫിക് ഓപ്റ്റിക്കൽ റൊട്ടേഷൻ എന്താവും, അത് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. ഓക്കെ, അവസാനം എന്തെങ്കിലും ഒരു കോൺസ്റ്റന്റ് വാല്യൂക്ക് ആവും. അതിന്റെ കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ഗ്ലൂക്കോസ് ആണെങ്കിൽ ആൽഫ ഗ്ലൂക്കോസും ബീറ്റ ഗ്ലൂക്കോസും തമ്മിൽ എന്തുണ്ട്, ആൽഫ ഗ്ലൂക്കോസും ബീറ്റ ഗ്ലൂക്കോസും തമ്മിൽ ഈക്വിലിബ്രിയത്തിലാണ്. അപ്പോൾ ആൽഫ ഗ്ലൂക്കോസിന്റെ ഓപ്റ്റിക്കൽ റൊട്ടേഷൻ എന്താകും, ഒന്നായിരിക്കും, ബീറ്റ ഗ്ലൂക്കോസിന് വേറെ ആയിരിക്കും. അപ്പോൾ എന്താ, അത് ആൽഫ ബീറ്റ ആയി മാറുന്നു, ബീറ്റ ആൽഫയായി മാറുമ്പോൾ എന്ത് ചെയ്യും, ഈ റൊട്ടേഷൻ, ഓപ്റ്റിക്കൽ റൊട്ടേഷൻ ചേഞ്ച് ആവും. അതിന് വിളിക്കുന്ന പേരാണ് മ്യൂട്ടാ റൊട്ടേഷൻ എന്ന് പറയാം. അത് പിന്നെ ലാക്ടോസ് കാണിക്കുന്നില്ല എന്നാണ് പറയുന്നത്. ലാക്ടോസ് റെഡ്യൂസ് ഷുഗർ ആണോ നോൺ റെഡ്യൂസ് നോക്കിയാൽ മതി, റെഡ്യൂസ് ഷുഗർ ആണല്ലോ, അപ്പോൾ കാണിക്കും. അപ്പോൾ അത് ഒരു തെറ്റാണ്. വിറ്റാമിൻ A ഈസ് വാട്ടർ ഇൻസോളിബിൾ എന്നാണ് അല്ലെ? വൈറ്റമിൻസിനെ കുറിച്ച് പറയുമ്പോൾ, വൈറ്റമിൻസ് പറയാനുണ്ട് നമുക്ക്, വൈറ്റമിൻസിനെ കുറിച്ച് പറയുമ്പോൾ അല്ലെ, Bയും Cയും വൈറ്റമിൻസ് വാട്ടർ സോളിബിൾ ആണ്. A, D, E, K വൈറ്റമിൻസ് വാട്ടർ ഇൻസോളിബിൾ ആണ്. ഓക്കെ, വിറ്റാമിൻ A ഈസ് വാട്ടർ ഇൻസോളിബിൾ, അത് ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. നമുക്ക് വേണ്ട കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അപ്പോൾ ഓപ്ഷൻ 2 തന്നെ ആയിരിക്കും ആൻസർ. DNA and RNA ഹാവ് ഐഡന്റിക്കൽ നൈട്രജൻ ബേസ് അല്ലല്ലോ അല്ലെ? DNA-ലും RNA എന്തുണ്ട്, യുറാസിലൊക്കെ വ്യത്യാസമല്ലേ ഉണ്ട്, അപ്പോൾ ഐഡന്റിക്കൽ അല്ല. അമിനോ ആസിഡ്സ് ആർ കണക്റ്റഡ് വിത്ത് ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് അല്ല, പെപ്റ്റൈഡ് ലിങ്കേജ് ആണ്. അതൊക്കെ തെറ്റാണ്. ആൻസർ 2 മാത്രമാണ് ഇവിടെ ശരിയായ സ്റ്റേറ്റ്മെന്റ് പറ്റി. ഓക്കെ, ഓപ്ഷൻ 2 ഈസ് ദ റൈറ്റ് ആൻസർ. നമുക്ക് വൈറ്റമിൻസിനെ കുറിച്ച് പെട്ടെന്ന് പറഞ്ഞു നോക്കാം. ബെർബറി ഈസ് കോസ്ഡ് ഡ്യൂ ടു അല്ലെ? ബെർബറി ഡെഫിഷ്യൻസി ഓഫ് വിറ്റാമിൻ B1 ആണ്. നിങ്ങൾ വൈറ്റമിൻസിനെ കുറിച്ച് ശരിക്കും പഠിക്കണം. വൈറ്റമിൻസിന്റെ പേര്, വ്യത്യസ്തമായ പേരുകളുണ്ട്, ആ പേരുകളൊക്കെ പഠിക്കണം. ഡെഫിഷ്യൻസി ഡിസീസ് പഠിക്കണം. ഞാനത് പറഞ്ഞ Aയും Dയും Eയും Kയും വാട്ടർ ഇൻസോളിബിൾ വൈറ്റമിൻസ് ആണ്. Bയും Cയും വാട്ടർ സോളിബിൾ ആണ്. പെട്ടെന്ന് എന്ത് ചെയ്യും, നമ്മുടെ ശരീരത്തിൽ നിന്ന് പെട്ടെന്ന് പുറത്തേക്ക് പോകുന്നത് Bയും Cയും ആയിരിക്കും. ഡയറ്റിൽ എപ്പോഴും വേണ്ടത് Bയും Cയും ആയിരിക്കും. കാരണം നമ്മളെ ശരീരത്തിൽ നിന്ന്, നമ്മുടെ ബോഡിയിൽ നിന്ന് എന്തുണ്ട്, എപ്പോഴും സ്വെറ്റും യൂറിനൊക്കെ പുറത്തേക്ക് വാട്ടർ പോകുന്നുണ്ട്. അതിൻ്റെ കൂടെ Bയും Cയും ഇല്ലാതെയാവും. അപ്പോൾ ഡെഫിഷ്യൻസി പെട്ടെന്ന് വരല് Bയും Cയും ആണ്. ഓക്കെ, ADK എന്തായിരിക്കും, വാട്ടറിൽ ഇൻസോളിബിൾ ആയതുകൊണ്ട് വാട്ടർ നമ്മുടെ ബോഡിയിൽ സ്റ്റോർ ആകും. ഓക്കെ, അതാണ് സംഭവം. ഡെഫിഷ്യൻസി ഓഫ് വൈറ്റമിൻ B1 ആണ് എന്തിന് കാരണം, ബെറിബറി എന്ന ഡിസീസിന് കാരണം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ഫാറ്റ് സോളിബിൾ വൈറ്റമിൻ. ഫാറ്റ് സോളിബിൾ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്, വാട്ടർ ഇൻസോളിബിൾ എന്നാണ്. ഫാറ്റ് സോളിബിൾ എന്ന് പറഞ്ഞാൽ വാട്ടർ ഇൻസോളിബിൾ എന്നാണ്. വിറ്റാമിൻ സി വാട്ടർ സോളിബിൾ ആണ്. വിറ്റാമിൻ A എന്താണ്, വാട്ടർ ഇൻസോളിബിൾ. നേരത്തെ പറഞ്ഞല്ലോ. പിരിഡോക്സ് ആണ് വിറ്റാമിൻ B6 ആണ്. വിറ്റാമിൻ B കോംപ്ലക്സ് അതൊക്കെ എന്താണ്, വാട്ടർ സോളിബിൾ ആണ്. നമുക്ക് ആൻസർ ഓപ്ഷൻ B, വിറ്റാമിൻ A എന്നായിരിക്കും. ദ കെമിക്കൽ നെയിം ഓഫ് വിറ്റാമിൻ സി പറയുന്ന പേര് അസ്കോബിക് ആസിഡ് എന്നാണ് പറയുക. ഇതൊരാ വിറ്റാമിൻ സി എന്ന് പറയുന്ന പേര് അസ്കോബിക് ആസിഡ് ആണ്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക്, ഇത് നിങ്ങൾ പഠിച്ചു വെക്കണം, ഓരോന്നിൻ്റെ പേരുകളൊക്കെ പഠിച്ചു വെക്കണം. ഓക്കെ, ഇതാണ് നമ്മൾ ഏറെക്കുറെ ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് കിട്ടാത്ത എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് അയച്ചു തരണം, നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ഈ ചാപ്റ്റർ വളരെ സിമ്പിളാണ്. നമുക്ക് എല്ലാ ക്വസ്റ്റ്യനും, നമുക്ക് ഇത് വരുന്ന ഏത് ക്വസ്റ്റ്യൻ ആണെങ്കിലും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, പഠിച്ചെടുക്കാവുന്നേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു.